എല്ലാവരോടും ഒരു പ്രാവശ്യം പറയുന്നു. ഇന്ന് രാത്രിയിലും ദൈവവചനം പഠിക്കാൻ നമ്മൾ കൂട്ടുവരുത്തിയതുകൊണ്ട് സ്തോത്രം. നാട്ടിൽ മഴയുണ്ട്, ചില അസൗകര്യങ്ങളുണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവര് തടസ്സങ്ങൾ കൂടാതെ ജോയിൻ ചെയ്യട്ടെ. അതിനായിട്ട് ദൈവം ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ക്രിസ്റ്റോളജി എന്ന വിഷയമാണ് പഠിക്കുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിന്റെ ആരംഭത്തിൽ ആ കാര്യം ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം നിങ്ങൾ എന്ത് പഠിച്ചു എന്ന എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ജനറലായിട്ട് ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് ആ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറയാൻ നിങ്ങൾ കഴിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം, ബൈബിളിൽ ഏറ്റവും പ്രധാനമായ ഒരു പഠന ശാഖയാണ് ക്രിസ്തുശാസ്ത്രം. ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട ഒത്തിരി തിയോളജി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, വിഭാഗങ്ങളുണ്ട്. ഒന്ന് രക്ഷാശാസ്ത്രം ക്രിസ്തുവിനോടുകൂടെ പഠിക്കേണ്ടതാണ്. പാപശാസ്ത്രം ക്രിസ്തുവിനോടുകൂടെ ചില ഭാഗങ്ങൾ പഠിക്കേണ്ടതാണ്. സഭാശാസ്ത്രം ക്രിസ്തുവിനോട് കൂടാതെ പഠിക്കാൻ കഴിയില്ല. അങ്ങനെ അനവധി ഡിപ്പാർട്ട്മെന്റുകൾ ക്രിസ്തുവിനെ കൂടാതെ പഠിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് മിക്ക ദൈവശാസ്ത്ര ശാഖകളുടെ ഉള്ളിലൂടെയും കടന്നു പോയിരിക്കുന്ന മാറ്റാൻ കഴിയാത്ത ഒന്നാണ് ക്രിസ്തു എന്ന ആളത്വം, ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് ക്രിസ്തുശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനും BTH ബാച്ചലർ ഓഫ് തിയോളജിക്ക് ക്രിസ്തുശാസ്ത്രം പഠിച്ചിരുന്നു. ഞാൻ MD മാസ്റ്റർ ഓഫ് ഡിവിനിറ്റിക്ക് ക്രിസ്തുശാസ്ത്രം പഠിച്ചിരുന്നു. ഞാൻ മാസ്റ്റർ ഓഫ് തിയോളജി ചെയ്തപ്പോൾ ക്രിസ്തുശാസ്ത്രം തന്നെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പഠനമായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന റിസർച്ചിൽ PhDക്ക് അതിനകത്തും ക്രിസ്തുശാസ്ത്രമായിരുന്നു എനിക്ക് 4 പേപ്പറുകളിൽ 1 പേപ്പർ. അപ്പോൾ ക്രിസ്തീയ പഠന മേഖലകളിൽ, തിയോളജിക്കൽ സർക്കിളിൽ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഒക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്തുശാസ്ത്രം. അത് പഠിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ കോഴ്സിൽ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ക്ലാസ് അല്പം ബോറൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങൾ പഠിക്കുന്നത് വിലപ്പെട്ട കാര്യങ്ങളാണ്. നാം പഠിക്കുന്നത്, ഞാനും പഠിക്കുകയാണ്, നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാനും പഠിക്കുകയാണ്. അപ്പൊ നാം പഠിക്കുന്നത് വിലപ്പെട്ട കാര്യം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് ക്ലാസ്സിലെ ബോറടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സ്റ്റുഡന്റിന്റെ മനോഭാവത്തോട് നമുക്കിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുശാസ്ത്രത്തെ നമ്മൾ 2ആയിട്ടാണ് പ്രധാനമായിട്ട് വേർതിരിച്ചത്. നിങ്ങൾക്കത് പറയാൻ കഴിയുമെങ്കിൽ ഞാനത് പറയാം. 1 ക്രിസ്തുവിന്റെ ആളത്വം, 2 ക്രിസ്തുവിന്റെ പ്രവർത്തികൾ. The personality of Christ or the person of Christ. Second, the works of Christ. അതിനകത്ത് ആദ്യത്തെ ഭാഗം the person of Christ, പേഴ്സണാലിറ്റി എന്നതിനേക്കാൾ the person of Christ, ക്രിസ്തുവിന്റെ ആളത്വം എന്ന വിഷയത്തിൽ നമ്മൾ 2ആയിട്ടാണ് തിരിച്ചത്. വീണ്ടും ഒരു വിഭാഗം നമ്മളിവിടെ നടത്തി, ഒരു വിഭജനം നമ്മൾ നടത്തി. അത് ക്രിസ്തുവിന്റെ ദൈവത്വമാണ്, 2 ക്രിസ്തുവിന്റെ മനുഷ്യത്വം. The divinity of God, or deity of Christ. അഥവാ രണ്ടാമത്തത് ക്രിസ്തുവിന്റെ മനുഷ്യത്വം, the humanity of Christ. ഇന്ന് നമ്മൾ deity of Christ നമുക്ക് സഫിഷ്യന്റ് ആയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ആ കാര്യങ്ങളെ ഗ്രഹിച്ചു. ഇനി ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഒരാൾ ചോദ്യം ചെയ്താൽ ആ ചോദ്യത്തിന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ താർക്കികമായി ആണെങ്കിൽ അങ്ങനെ, വളരെ റീസണബിൾ ആയിട്ടാണ് അങ്ങനെ ഒക്കെ ഉത്തരം പറയാൻ നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ വിട്ടു. ക്രിസ്തുവിന്റെ ആളത്വം എന്ന വിഷയത്തിൽ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞു. ക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളത് കഴിഞ്ഞു. ഇനി 2ആം ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്, ക്രിസ്തുവിന്റെ മനുഷ്യത്വം. നിങ്ങൾ എഴുതുക, നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുക, ക്രിസ്തുവിന്റെ മനുഷ്യത്വം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങൾ. ഈ 3 ആളത്വങ്ങളിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ക്രിസ്തു എന്ന ആളത്വം. ജനറൽ ആയിട്ട് 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചിട്ട് ആ വഴി അങ്ങ് പോകാം. ഓക്കെ. പിതാവായ ദൈവത്തോട് സമത്വം ഉള്ളവനായിരുന്നു ക്രിസ്തു എന്ന് നമുക്കറിയാം. സമത്വം ഉള്ളവനായിരുന്നു ഒന്ന് പാസ്റ്റ് ടെൻസിലല്ല പറയേണ്ടത്,
സമത്വമുള്ളവനാണ്. ഫിലിപ്പിയ ലേഖനം എന്റെ മനസ്സിലേക്ക് വന്നത് കൊണ്ടാണ് ആ ഭാഗം അങ്ങനെ വന്നത്. ദൈവത്തോട് സമത്വം ഉണ്ടായിരിക്കെ താൻ താഴേക്ക് ഇറങ്ങി വന്നു. കെനോട്ടിക് എന്നാണ് പറയുക. ഇതൊരു കെനോട്ടിക് തിയറി തന്നെ ഉണ്ട്. ക്രിസ്തുവിന്റെ താഴ്ച ഭവിച്ച ആ അവസ്ഥയെ, ആ താഴ്ച അനുഭവിച്ച ആ കാര്യത്തെ കെനോട്ടിക് എന്ന വാക്കിലാണ് ദൈവശാസ്ത്ര വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നത്. കെനോട്ടിക് തിയറി. പ്രത്യേകിച്ചും ഈ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് കെനോട്ടിക് തിയറി എന്ന് ചോദിക്കും. എന്താണ് കെനോട്ടിക് തിയറി എന്ന് ചോദിക്കും. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന ക്രിസ്തുവിന്റെ ആ താഴ്ചയെക്കുറിച്ച്, ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ ദാസരവും എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി താഴേക്ക് ഇറങ്ങി വന്ന ആ താഴ്ചയുടെ ആ പ്രത്യേകതയാണ് കെനോട്ടിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയധികം ആക്രമിക്കപ്പെട്ട മറ്റൊരു ആളത്വം ഇല്ല എന്ന് വെച്ചാൽ ത്രിയേകത്വത്തില് ആ ആളത്വം പോലെ ആക്രമിക്കപ്പെട്ട മറ്റൊന്ന്. കാരണം പിതാവായ ദൈവം ആത്മരൂപിയാണ്, ആത്മാവാണ്. യേശുവാണ് പറഞ്ഞല്ലേ, യോഹന്നാന്റെ സുവിശേഷ യേശു 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞു ദൈവം ആത്മാവാകുന്നു. 4-ാം അധ്യായത്തിൽ ദൈവം ആത്മാവാകുന്നു. സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ദൈവം ആത്മാവാകും എന്നാണ്. പരിശുദ്ധാത്മാവ് ആത്മാവാണ്, ഒരു വ്യത്യാസവും. ദൃശ്യമായ രൂപത്തിൽ ഈ രണ്ടാളത്വങ്ങളും ഇതുവരെ പ്രത്യക്ഷരായിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്ന പോലെ വന്നു എന്ന് വായിക്കുന്നുണ്ട്. അഗ്നിനാവ് ദൃശ്യമായി വന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു രൂപത്തിൽ ഈ രണ്ടാളത്വങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എപ്പിഫാനിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആളെന്ന രീതിയിലൊക്കെ പഴയ നിയമത്തിലെ യഹോവയായ ദൈവത്തെ ദർശിച്ചിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം എന്ന നിലയിൽ തൊടുന്ന രീതിയിൽ, കാണുന്ന രീതിയിൽ, ദൃശ്യമായ രീതിയിൽ, സ്പർശിക്കാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യരോടുകൂടെ ദീർഘനാളുകൾ ഏകദേശം 33.5 വർഷത്തോളം ജീവിച്ച രീതിയിൽ ഈ രണ്ട് ആളത്വങ്ങളും പ്രത്യക്ഷരായിട്ടില്ല, വെളിപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ആളത്വം സംബന്ധിച്ച് ആക്രമണങ്ങൾ, ഉപദേശത്തിന്റെ ആക്രമണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കേണ്ടതിന് വേണ്ടി അപ്പോസ്തലന്മാർ, അപ്പോസ്തോലിക പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ, പിന്നീട് വന്ന ദൈവശാസ്ത്ര ചിന്തകന്മാരൊക്കെ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നും ക്രിസ്തു എന്ന ആളത്വത്തെ അജയ്യമായി ആളത്വം നിൽക്കുന്നത്. കാരണം അവര് അതിനെ പ്രതിരോധിക്കുകയും ദൈവശാസ്ത്രപരമായിട്ട് അത് വ്യാഖ്യാനിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്നും ക്രിസ്തുവിന്റെ ആളത്വം അതിന് ഒരു ദോഷം തട്ടാൻ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കാം, മനുഷ്യൻ പ്രതിരോധിക്കണമോ, ദൈവത്തിന്റെ ആളത്വത്തെ പ്രതിരോധിക്കണമോ എന്ന് ചിന്തിക്കാം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കേണ്ട. പക്ഷേ നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് സ്വതവേ ന്യായം ചോദിക്കുന്ന ഏവനോടും പ്രത്യുത്തരം പറയണമെന്നാണ് അപ്പോസ്തലൻ പത്രോസ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രത്യുത്തരം പറയണം. അവർ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രത്യാശയും ചോദിക്കുന്നതുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ ആളത്വത്തെ ഇവർ ചോദിച്ചാലും നിഷേധിച്ചാലും ഒരു ആളത്വത്തിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ക്രിസ്തുവിന്റെ സത്തയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നു, സ്വത്വത്തിന് ചെയ്തിട്ടുണ്ടാകുന്നില്ല, ഒരു മാറ്റം ഉണ്ടാകുന്നു. ക്രിസ്തുവിനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇനി ലോകത്തിലെ 630 കോടി ജനം യേശുവിനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും തള്ളിക്കളഞ്ഞാലും ഞാനും നിങ്ങളും തള്ളിക്കളഞ്ഞാലും ക്രിസ്തു എന്ന ആളത്വത്തിന് ഒരു ഭംഗവും ദോഷവും കുറവും മഹത്വത്തിന് കുറവുണ്ടാകുന്നു. ഇതാണ് യഥാർത്ഥ തിയോളജിക്കൽ ദർശനം. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെന്തൊക്കെ ചെയ്യുന്നുകൊണ്ട് ഇങ്ങനെ ദൈവമായിരിക്കുന്നു, നാം ഇങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടും സുവിശേഷം അറിയിക്കുന്നുണ്ട്, സുവിശേഷം അങ്ങനെ വ്യാപിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നു, അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ നമ്മെ ഏൽപ്പിച്ചിട്ട് കടപ്പാടുകളും ധർമ്മങ്ങളും ദൗത്യങ്ങളുമാണ്. ഇതൊക്കെ നമ്മൾ നിർവഹിച്ചേ പറ്റും, അത് നമ്മൾ ചെയ്തേ കഴിയൂ. അത് ചെയ്തില്ലെങ്കിലും ഇന്ന് പാസ്റ്റർ പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഞാനല്ലെങ്കിൽ മറ്റൊരാളുണ്ടാകും. ഇതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ വിചാരിക്കുന്നത് ഞാൻ മാത്രമുള്ളൂ ക്രിസ്തുവിനെ സംരക്ഷിക്കാൻ, അങ്ങനെയൊന്നുമില്ല. ഞാൻ മാത്രമുള്ളൂ തിയോളജി എന്ന വിഷയം പഠിപ്പിക്കണം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എന്റെ മൂഢമായ ചിന്തയാണ് ഒരു പക്ഷെ. അങ്ങനെയൊന്നുമല്ല, മറ്റൊരാളുണ്ടാകും. മോശയ്ക്ക് ശേഷം ഒരു യോശുവ ഉള്ളതുപോലെ മറ്റുണ്ടാകും. യേശുവിന് ശേഷം അപ്പോസ്തലന്മാരുണ്ടായിരുന്നതുപോലെ, അപ്പോസ്തലന്മാർക്ക് ശേഷം അവരുടെ ശിഷ്യന്മാരുണ്ടായിരുന്ന പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിരോധം നമ്മൾ തീർക്കേണ്ട ആ ഒരു വലിയൊരു കടപ്പാട് ദൗത്യവും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്രിസ്തുവിന്റെ
ആളത്വം ആക്രമിക്കപ്പെടുമ്പോൾ മുണ്ടും മുറുക്കി ചാടി ഇറങ്ങി ഞാൻ മാത്രം ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ദൈവം ആത്മാവോ അഭിഷേകമോ നിയോഗമോ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യുന്നത് തെറ്റാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയും. പക്ഷെ അത് ചെയ്യുന്നത് കൊണ്ട് സ്വാർത്ഥ ലാഭങ്ങളോ നമ്മുടേതായ ഏതെങ്കിലും നേട്ടങ്ങളൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മറിച്ച് ലോകത്തിന് ക്രിസ്തീയതയ്ക്ക് സമ്മാനിക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ കഴിയുമെങ്കിൽ അത് ഗുണകരമായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്തുവിന്റെ ആളത്വത്തെയാണ് ഈ 3 ട്രിനിറ്റിയിൽ മറ്റ് 2 ആളത്വങ്ങളെക്കാളും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. 3 കാര്യങ്ങൾ ഇത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ടൊന്ന് പഠിച്ചു പോകാൻ വേണ്ടി ഞാൻ പറയുകയാണ് ജനറലായിട്ട്. ഒന്ന് ഡോസറ്റിസം എന്ന് പറയുന്നതാണ്. ഡോസറ്റിസം അങ്ങനെ തന്നെ എഴുതുക, എന്നെ മലയാളം വാക്കൊന്നുമില്ല. ഡോസറ്റിസം DOCETISM ഡോസറ്റിസം എന്താണ് ഡോസറ്റിസം പറയുന്നത്? ജീസസ് ഓൺലി അപ്പിയർഡ് ടു ബി ഹ്യൂമൻ. യേശു മനുഷ്യനായി മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത്. മനുഷ്യനായി മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത്. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. യേശു ക്രിസ്തു ഒരു മനുഷ്യനായി എന്ന് വെച്ചാൽ മനുഷ്യരൂപത്തിലായി, പക്ഷെ യഥാർത്ഥ മനുഷ്യനായിരുന്നില്ല എന്നർത്ഥത്തിൽ. ഓക്കെ, യഥാർത്ഥ മനുഷ്യനായിരുന്നില്ല. ഒരു ഫാന്തം എന്നൊക്കെ പറയുന്നല്ലോ, ഫാത്തം എന്ന് പറയത്തില്ലേ? എന്താ ഫാത്തം എന്ന് പറയുന്നത്? ഈ പിള്ളേരെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അറിയത്തില്ലേ? എന്താണ് ഈ സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്നത്? എന്താണ് സ്പൈഡർമാന്റെ പ്രത്യേകത? സ്പൈഡർമാൻ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. പക്ഷെ ഈ കാർട്ടൂൺ കാണുന്ന ആ ഒരു ലെവലിൽ പ്രായം കുറച്ച് കുഞ്ഞുങ്ങൾ വിചാരിക്കുന്ന റിയൽ ക്യാരക്ടർ ആണെന്നുള്ളത്, യഥാർത്ഥ കഥാപാത്രങ്ങളാണ്. ചില കാലങ്ങളിലൊക്കെ മുംബൈയിലൊക്കെ ഒരു കൊച്ചു എടുത്തിയാടുക പോലും ചെയ്തു, മരിച്ചുപോയി. എന്തിനു വേണ്ടിയാ? ഈ ഇവർ വിചാരിച്ചു ഫാന്തം അല്ലെ സോറി ഈ പറയുന്ന എന്നാ പറയുന്ന ഈ 8 മനുഷ്യൻ വന്ന് രക്ഷിക്കുന്നൊക്കെ വിചാരിച്ചാൽ പിള്ളേരെ മനസ്സിനകത്ത് കയറുകയാണ്. റിയാലിറ്റി അല്ല, എന്ന് ഒരു യാഥാർത്ഥ്യമല്ല. ഒരു രൂപം വന്നു, ഒരു സ്വപ്നം പോലെ ഒരു അജ്ഞാത രൂപം വന്നു എന്ന അർത്ഥത്തിലൊക്കെയാണ് യേശുവിന്റെ മനുഷ്യപ്രകൃതിയെ അവരെ അംഗീകരിക്കുന്നത്. പൂർണ്ണ മനുഷ്യനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യോഹന്നാൻ 1-ാം അധ്യായം ആദ്യ വാക്കുകൾ നിങ്ങൾ അറിയാലോ. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കണ്ടതും തൊട്ടതും ആ ജീവന്റെ വചനം സംബന്ധിച്ച് എന്ന് പറയുന്ന ഭാഗങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഒരു കാലത്തിന് ഇടയിൽ പ്രത്യക്ഷനായി എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിൽ മരിക്കാൻ കഴിയുന്ന നിലയിലായിരുന്നില്ല ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇത് ബൈബിളിന്റെ ഭാഷ്യമല്ല, ഈ ഡോസറ്റിസം പഠിപ്പിച്ച ഒരു പഠനമാണ്. ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ, യഥാർത്ഥ മനുഷ്യപ്രകൃതി നിഷേധിക്കുക, ഇതായിരുന്നു അവരുടെ പ്രത്യേകത. ഇത്രയും കാര്യം ജസ്റ്റ് ആ വാട്ടെന്ന് പഠിച്ചാൽ മതി. 2 ഏരിയനിസമാണ്. ഏരിയനിസം, ARANISM. ഏരിയനിസം സിംപിളി ചെറുതായിട്ട് ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞാൽ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടവനായിരുന്നു. ഇതാണ് എൻ്റെ അർത്ഥം. പിതാവിന്റെ അത്ര ശക്തിയോ പിതാവിന്റെ അത്ര മഹത്വമോ പുത്രൻ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഏരിയനിസം പഠിപ്പിച്ചത്. അവർ പറയുന്നു ജീസസ് വാസ് ട്രൂലി ഹ്യൂമൻ. യേശു സത്യമായി മനുഷ്യനായിരുന്നു, പക്ഷെ പിതാവിനോട് സമത്വമുള്ളവനായിരുന്നില്ല. ഇതാണ് ഏരിയനിസം പഠിപ്പിച്ചത്. ക്രിസ്തുവിന്റെ നിത്യ അസ്തിത്വത്തെ അവർ നിഷേധിക്കുന്നു. നിത്യതയിൽ പിതാവിനോടൊപ്പം പുത്രൻ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ അവർ നിഷേധിക്കും. പുത്രന് പിന്നീട് ഒരു ആരംഭമുണ്ട് എന്നും ഒക്കെയാണ് അവർ പഠിക്കുന്നത്. ഏരിയനിസം ഇത് ക്രിസ്തീയ സമൂഹത്തില് ചില വിഭാഗങ്ങളിലേക്കൊക്കെ ഏരിയനിസം വന്നിട്ടുണ്ട്. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ഒക്കെ അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ്. അവർ ക്രിസ്തുവിന് ദൈവത്തോടൊപ്പം സമത്വം അവർ കൽപ്പിക്കുന്നില്ല, അവർ പറയുന്നു. മൂന്നാമത്തെ നെസ്റ്റോറിയനിസമാണ്. നെസ്റ്റോറിയനിസം മലയാളത്തിൽ അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. നെസ്റ്റോറിയനിസം, NESTORIANISM, നെസ്റ്റോറിയനിസം. ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ യേശുവിന് ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്. അത് സത്യമാണ്. അവർ പറയുന്നത് യേശു ദൈവമാണ്, യേശു ഒരു മനുഷ്യനുമാണ്. പക്ഷെ ഇവർ രണ്ടും വ്യത്യസ്തമായ
രണ്ട് വ്യക്തികൾ ആളത്വങ്ങളാണ്, വ്യത്യസ്തമായ രണ്ട് ആളത്വങ്ങളാണ്. ഇവരൊരിക്കലും ഒരുമിച്ച് സമ്മേളിക്കും. ഓക്കെ, ഇവർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ എന്നാണ്. ഒരു ആളത്വം തന്നെയാണ്, ഒരു രൂപം തന്നെയാണ്, ഒരു ആൾ തന്നെയാണ്. പക്ഷെ ദൈവത്വം മനുഷ്യത്വം തമ്മിൽ യാതൊരു സമ്പർക്കം. എണ്ണ വെള്ളത്തിൽ ഇട്ടാൽ എണ്ണയും വെള്ളം കൂടെ ചേർന്ന് കിടക്കും, പക്ഷെ എണ്ണ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും, ഇല്ലേ? അങ്ങനെയല്ലേ? വെള്ളം രണ്ടും രണ്ട് എൻറ്റിറ്റി ആയിട്ട് കിടക്കും. അവർ തമ്മിൽ യാതൊരു കോർപ്പറേഷൻ ഇല്ല, മിക്സ് ആകുന്നില്ല. ഒരു പാത്രത്തിലാണ് എണ്ണയും വെള്ളവും കിടക്കുന്നത്, പക്ഷെ എണ്ണ എണ്ണയുടെ തനതായ രൂപത്തിലും വെള്ളം വെള്ളത്തിന്റെ തനതായ രൂപത്തിലാണ്. എന്നതുപോലെ തന്നെ ദൈവത്വം തനതായ രൂപത്തിൽ അങ്ങനെ, മനുഷ്യത്വം തനതായ രൂപത്തിൽ അങ്ങനെ, ഇവ തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ പഠിപ്പിക്കുന്നത് നെസ്റ്റോറിയനിസം. പക്ഷേ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നാം എന്താണ് വിശ്വസിക്കുന്നത്? ബൈബിൾ എന്താണ് പറയുന്നത്? ഒന്ന് എഴുതുക. പിതാവായ ദൈവവും പുത്രനായ ദൈവവും തുല്യമായി തുല്യമായി ശക്തിയിലും മഹത്വത്തിലും, തുല്യമായി ശക്തിയിലും മഹത്വത്തിലും. ഓക്കെ, ഞാൻ ആ പറഞ്ഞ മലയാളം വാക്ക് ഒന്ന് തിരുത്തേണ്ടി വരും. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിൽ നേരിട്ട് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ട് പറ്റിയാണ്. അത് ഇങ്ങനെയാണ്: പിതാവായ ദൈവവും പുത്രനായ ദൈവവും മഹത്വത്തിലും ശക്തിയിലും തുല്യരാണ്. അങ്ങനെയാണ്. മഹത്വത്തിലും ശക്തിയിലും തുല്യരാണ്. അങ്ങനെയാണ്. മഹത്വത്തിലും ശക്തിയിലും തുല്യരാണ്. ഒന്നാമത്തെ നമ്മുടെ പോയിന്റ്. ആരെങ്കിലും ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന, നിഷേധിക്കുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ന്യായമായി മറുപടി പറയുമ്പോൾ നാം ഒരു ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവത്തിന്റെ കാളത്വത്തിൽ ഡിവിനിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞു. തുല്യമായി, ഒരു മാറ്റമില്ല. രണ്ടാമത്, പുത്രൻ അഥവാ ക്രിസ്തു അഥവാ യേശു. ഓക്കെ, പുത്രൻ അഥവാ ക്രിസ്തു അഥവാ യേശു പൂർണ്ണമായി ദൈവവും പൂർണ്ണമായി മനുഷ്യനുമാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഹാഫ് ഡിവൈൻ അല്ല, ഹാഫ് ഹ്യൂമനുമല്ല. പകുതി ദൈവവും പകുതി മനുഷ്യനും. പകുതി മനുഷ്യനും പകുതി ദൈവം. ഓക്കെ, എന്നാൽ പൂർണ്ണമായി ദൈവവും പൂർണ്ണമായി മനുഷ്യൻ. സാറേ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ഈ മൂന്ന് ആശയത്തിന്റെ കാരണം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു പോകാനുള്ള സമയമുണ്ടോ? കാരണങ്ങൾ എന്ന് ഇങ്ങനെ ഞാൻ ഈ 5 പോയിന്റ് തരാനുള്ള, ഒരു 3-4 പോയിന്റ് തരാനുള്ള കാരണങ്ങളോ? അല്ല, ഇപ്പൊ ഒരു 3 വിധ സിദ്ധാന്തങ്ങൾ പറഞ്ഞല്ലോ. ഉണ്ട്. അതിന്റെ കാരണങ്ങൾ, യേശു മനുഷ്യൻ മാത്രമാണ് എന്ന് പ്രത്യക്ഷപ്പെട്ട് യേശു യഥാർത്ഥ മനുഷ്യനായിരുന്നില്ല, ഒരു പാൻറ്റം പോലെ ആയിരുന്നു എന്ന് പറയുന്നതിന്റെ അവരതിന് വെക്കുന്ന ഒരു കാരണം, അതുപോലെ തന്നെ മറ്റുള്ള അങ്ങനെ കാരണങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ അല്ലേ? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനുള്ള സാഹചര്യം വന്നത്? അത് പറയാനുള്ള സാഹചര്യം ഒറ്റ വാക്കി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാതെ, ഈ ക്രിസ്തീയ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയോളജി എപ്പോഴും ഫിലോസഫിയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഫിലോസഫിക്കൽ തിങ്കിങ്സുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഫിലോസഫിക്കൽ വേർഡ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോ ആ ഫിലോസഫിക്കൽ ആശയങ്ങളുമായിട്ട് ചേർത്താണ് അവര് ഈ കാര്യങ്ങളെ യഥാർത്ഥത്തിൽ, അതാണ് അതിന്റെ മെയിൻ ആയിട്ട് റീസൺ. സോക്രട്ടിസം, അപ്പോൾ തന്നെ സോക്രട്ടീസ്, പ്ലേറ്റോണിസം, അരിസ്റ്റോട്ടലിനിസം, പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടലിന്റെ, അപ്പോൾ തന്നെ സോക്രട്ടീസിന്റെ ആശയം അത്രയില്ല. പക്ഷെ അരിസ്റ്റോട്ടലിന്റെ ആശയങ്ങളാണ് അധികം ഈ തിയോളജിയിലേക്ക്, ഈ രീതിയിലേക്ക് അവർ ഫോം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്.
അപ്പൊ നമ്മൾ അരിസ്റ്റോട്ടലിസം പഠിക്കുന്നത് എന്താണെന്ന് പ്ലേറ്റോണിസം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ജനറൽ ആയിട്ട് ആ കാര്യം നിങ്ങൾ പറയാ. അന്നുണ്ടായിരുന്ന തത്വശാസ്ത്രത്തിന്റെ സ്വാധീനം മൂലമാണ് ഇങ്ങനെയുള്ള ഈ തിയറീസ് അവർ ഡെവലപ്പ് ചെയ്യാൻ കാരണം. ഒറ്റ വാക്കിൽ എഴുതിയാൽ മതി. പിന്നെ നിങ്ങളുടെ സ്വകാര്യ പഠനത്തിന് വേണ്ടി ഞാൻ വിട്ടുതരികയാണ് കേട്ടോ. ഓക്കെ. എന്താണ് അരിസ്റ്റോട്ടലിനിസം? അതൊക്കെ നമ്മൾ അരിസ്റ്റോട്ടലിനിസം, നെസ്റ്റോറിയനിസം ഒക്കെ തികച്ചും, ഏരിയനിസം ഒക്കെ തികച്ചും അരിസ്റ്റോട്ടലിന്റെ തത്വചിന്തകളോട് സമാനപ്പെടുത്തിയാണ് ചിന്തിച്ചത്. ഒരു ഫിലോസഫിക്കൽ, ഒരു വലിയ ഫിലോസഫിയുടെ ഏറ്റവും ഗോൾഡൻ ഏജ് ആയിരുന്നു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടം. നിങ്ങൾക്കറിയാലോ, ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു ഗോൾഡൻ ടൈം ആയിരുന്നു. കാരണം ഇത് മാത്രമല്ല, ഫിലോസഫിയുടെ സ്വാധീനം ഈവൻ സഭയിൽ ഒന്നുമുണ്ട്. കാത്തലിക് ചർച്ചിന്റെ പഠന രീതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരും കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടോ? കാത്തലിക് അച്ഛന്മാര് സെമിനാരി പോയാൽ അവര് കുറഞ്ഞത് ചില സെമിനാരി എന്നല്ല പറഞ്ഞു, ചില ഈ പ്രൊവിഷൻസ് ഉണ്ടല്ലോ, ചില അച്ഛന്മാരുടെ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ചിലർ 15 വർഷം പഠിക്കും, ചിലർ 12 വർഷം പഠിക്കും. മിനിമം 12 വർഷമെങ്കിലും പഠിച്ചെങ്കിലേ ഒരാൾക്ക് അച്ഛനാകാൻ കഴിയും. അവരാദ്യം പഠിക്കുന്ന, അവര് 10th കഴിയുമ്പോൾ അവരെ സെമിനാരി വിട്ടാല് അവരെ 12th പഠിപ്പിക്കും, അവരെ പിന്നെ ഡിഗ്രി ഒന്ന് പഠിപ്പിക്കും. അപ്പൊ 5 വർഷം കഴിഞ്ഞു. പിന്നെ അവർക്ക് 1 വർഷം ട്രെയിനിങ് ചെയ്യാൻ പോകും. 1 വർഷം ട്രെയിനിങ് ഉണ്ട്. ഞാൻ അതിന്റെ ഓർഡർ ഞാൻ മറന്നുപോയി, ഒത്തിരി വർഷം മനസ്സിലാക്കിയിരുന്നു. പിന്നെ 3 വർഷം ഫിലോസഫി പഠിക്കുന്നുണ്ട്. 3 വർഷം ഫിലോസഫി പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം 3 വർഷമാണ് തിയോളജി പഠിക്കുന്നത്. ഫിലോസഫി, സെക്യുലർ ഫിലോസഫിയാണ് 3 വർഷം കാത്തലിക് അച്ഛന്മാർ. നല്ല അറിവുള്ള കാത്തലിക് അച്ഛന്മാരിൽ നമ്മൾ സംസാരിച്ചാൽ അവരുടെ വിഗ്രഹാരാധനയെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അവർ ഫിലോസഫിക്കലായിട്ട് അതിനെ സ്വാധീകരിക്കും. അവർ ആരാധന രീതികളെ അവരൊരിക്കലും ബൈബിളിന്റെ വെളിച്ചത്തിലായിരിക്കില്ല സംസാരിക്കുന്നത്, ഫിലോസഫിക്കലായിട്ടായിരിക്കും. അപ്പോൾ അന്നുണ്ടായിരുന്ന തത്വശാസ്ത്രത്തിന്റെ സ്വാധീനമാണ് ഈ രീതിയിലേക്കുള്ള ഈ ചില തെറ്റായ പഠനങ്ങളിലേക്ക്, നിരീക്ഷണങ്ങളിലേക്കൊക്കെ മാറി. ഇത് ഡിഫെൻഡ് ചെയ്ത കൗൺസിൽസ് ഉണ്ട്. കൗൺസിൽസ് ഒക്കെ ഞാൻ സത്യത്തിൽ ചർച്ച് ഹിസ്റ്ററി പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ചർച്ച് ഹിസ്റ്ററിയുടെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് ലഭ്യമാകുമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പഠിക്കാം. അതൊരു മറ്റൊരു ശാഖയായതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല, സമയത്തിന് പരിമിതിയുണ്ട്. സോ ഐ അപ്രീഷിയേറ്റ് യു ബിക്കോസ് ദ ക്വസ്റ്റ്യൻ ഈസ് വെരി വെരി സിഗ്നിഫിക്കന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം നിങ്ങളുടെ എല്ലാം മനസ്സിൽ കിടക്കട്ടെ. എന്തുകൊണ്ട് ഡൊസറ്റിസം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഏരിയനിസം, അതിന് പിന്നിൽ എന്താണ് അവരെ സ്വാധീനിച്ചത്, അങ്ങനെ തിയറി ഉണ്ടാക്കാൻ? നെസ്റ്റോറിയനിസം എന്താണ്? സോക്രട്ടീസിനേക്കാളും കൂടുതൽ പ്ലേറ്റോണിസവും അരിസ്റ്റോട്ടലിനിസമാണ് അവരെ കൂടുതൽ സ്വാധീനിച്ച്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അരിസ്റ്റോട്ടലിന്റെ തത്വശാസ്ത്ര ചിന്തകളാണ് അവരെ സ്വാധീനിച്ചത്. ഓക്കെ, ഇതിനൊക്കെതിരെയാണ് സത്യത്തിൽ മാർട്ടിൻ ലൂതറെ പോലുള്ള ആളുകൾ ഉണ്ടാക്കിയ 95 ചോദ്യങ്ങൾ, അത് ഉയർത്തിയ ചോദ്യങ്ങളൊക്കെ ഇതിനോട് ബേസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഈ പറഞ്ഞ 3 ചിന്തകളുടെ ഉത്തരങ്ങളാണ് നമ്മൾ 5 ഇതായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന്, പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവവും ശക്തിയിലും മഹത്വത്തിലും തുല്യം. ഇതാണ് ഒന്നാമത്. 2, ഇതിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിവിനിറ്റി പഠിച്ചതായതുകൊണ്ട് റെഫറൻസ് ഒക്കെ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം ഇങ്ങനെ വിടുന്നത്. ഞാനൊരു ജനറൽ ഐഡിയ, ഞാൻ അതിനെ കുറിച്ച് ജനറൽ ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞാണ്. 2, ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. പുത്രനായ ദൈവം ജഡരൂപമെടുത്തു. അവർ പറയുന്നത് എന്താണ്? ഫാന്തം ആയിരുന്നു. പൂർണ്ണ മനുഷ്യനായിരുന്നില്ല, തൊടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ നമ്മളുടെ വാദം ഇതാണ്, ഗോഡ് ദ സൺ ഈസ് ഇൻകാർണേറ്റഡ്. പുത്രനായ ദൈവം ജഡരൂപമെടുത്തു. ബൈബിൾ റെഫറൻസ് നമുക്കറിയാം, അത് നമ്മൾ പഠിക്കും, ഈ മനുഷ്യത്വത്തെ പഠിക്കും. 4, ദ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു ആളത്വമാണ്. പരിശുദ്ധാത്മാവ് ഒരാളത്വമാണ്. ഞാൻ സമാന്തരമായിട്ട് മറ്റൊരു കോളേജിലും തിയോളജി പഠിപ്പിക്കുന്നുണ്ട്.
അത് തുടങ്ങിയിട്ട് 3 ക്ലാസ്സേ ഉള്ളൂ. പക്ഷെ എനിക്ക് അവിടെ ഒരാൾ ചോദിച്ച ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു. ദൈവം ഒരാളത്വമാണ്, ദൈവത്തിന് ഒരാളത്വമുണ്ടോ എന്നാണ് ചോദിച്ചത്. എങ്ങനെ ദൈവത്തിന്റെ ആളത്വത്തെ മനസ്സിലാക്കി കഴിയും? അദ്ദേഹം അതുവരെ വിചാരിച്ച് ദൈവം ഒരു ശക്തിയാണ് എന്ന്. ദൈവം ഒരു ശക്തിയല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടുമെന്നാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടും. പരിശുദ്ധാത്മാവ് ഒരാളത്വമാണ്, പേഴ്സണാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. 5-ാമത്തത് ഹോളി സ്പിരിറ്റ്. ഓക്കെ, പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തെ പോലെയും പുത്രനായ ദൈവത്തെ പോലെയും ദൈവമാണ്. പരിശുദ്ധാത്മാവ്, ഓക്കെ, പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തെ പോലെയും പുത്രനായ ദൈവത്തെ പോലെയും തുല്യമായി, പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും തുല്യമായി ദൈവമാണ്. അതാണ് 5-ാമത്തെ. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി എഴുതുക. ഈക്വലി ഡിവൈൻ, തുല്യമായിട്ട് ദൈവമാണ്, തുല്യമായിട്ട്. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ പഠിച്ചു വന്നതാണ് ഈ ക്രിസ്തുവിനോടാണ്, ക്രിസ്തുവിന്റെ ദൈവത്വം, ക്രിസ്തുവിന്റെ ആളത്വത്തോടാണ് ഏറ്റവും കൂടുതൽ സമരങ്ങൾ ഉണ്ടായിട്ട്. അതിനെ ക്രിസ്തു ശാസ്ത്ര വിവാദങ്ങൾ എന്ന് തന്നെയാണ് അറിയുന്നത്. ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സീസ്, ക്രിസ്തു ശാസ്ത്ര വിവാദങ്ങൾ. ക്രിസ്തു മനുഷ്യനായിരുന്നില്ല എങ്കിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധ്യമാകുമായിരുന്നില്ല എന്നതാണ്. നിങ്ങൾ എഴുതേണ്ടതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ക്രിസ്തു മനുഷ്യനായിരുന്നില്ല എങ്കിൽ, ക്രിസ്തുവിന്റെ മനുഷ്യത്വം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ പേഴ്സ്പെക്റ്റീവിൽ മാത്രം കാണാം. ക്രിസ്തുവിന്റെ ഡിവിനിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ക്രിസ്തു മനുഷ്യനായിരുന്നില്ല എന്നുള്ള ആ വാദത്തോട്, പൂർണ്ണ മനുഷ്യനായിരുന്നില്ല, ഫാക്തമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ അപ്പിയറൻസ് ആയിരുന്നു എന്ന് പറയുന്നതിനോട് നമ്മൾ ഇപ്പോൾ പറയും. ഓക്കെ, ചില ആളുകൾ പറയുന്നത് ഗെത്സമനയിൽ വെച്ച് പൂർണ്ണമായിട്ടും ദൈവത്വം ക്രിസ്തു മാറ്റിവെച്ചു. ഈ നിങ്ങള് ചിന്തയ്ക്ക് വേണ്ടി പറയാം, പൂർണ്ണമായിട്ടും ക്രിസ്തുവിന്റെ ദൈവത്വം മാറ്റിവെച്ചു. ഗെത്സമനെ വെച്ച് പുത്രൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും ഈ പാനപാത്രം നീങ്ങിപ്പോകും, ഈ പാനപാത്രം നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. ഇപ്പൊ ഗെത്സമനയിൽ വെച്ച് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്വം താൻ ഉരിഞ്ഞു വെച്ചു. പിന്നീട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ള ആ ദൈവത്വം ഏറ്റെടുത്തത് താൻ പൂർണ്ണ മനുഷ്യനായിട്ടാണ് ക്രൂശിലേക്ക് പോയത് എന്ന് പഠിപ്പിക്കുന്ന. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായിരിക്കും? ഗെത്സമനയിൽ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സിൽ ചിത്രം വരട്ടെ. ഗെത്സമനയിലെ കർത്താവ് ദൈവത്തെ ഉരിഞ്ഞു വെച്ചു, മാറ്റിവെച്ചു. പിന്നെ പൂർണ്ണ മനുഷ്യനായിട്ട് ക്രൂശിലേക്ക് പോയി, മരിച്ചു, അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവത്വം വീണ്ടും താൻ എടുത്തു. അങ്ങനെയാണ്. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ആരൊന്നും പറയുന്നില്ല. ഒരിക്കലും അങ്ങനെയല്ല. യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ച, ജഡരൂപം എടുത്ത് വന്ന, ജീവിച്ച മുഴുകാലത്തും ഈക്വലി, തുല്യമായി, ഒരുപോലെ ദൈവത്വവും മനുഷ്യത്വവും ക്രിസ്തുവിൽ സമ്മേളിച്ചിരുന്നു. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രൂശി കിടന്നുകൊണ്ട് കർത്താവ് പിതാവേ നീ എന്ന് കൈവിട്ടതെന്ത് എന്ന് പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 7 മൊഴികളുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു മൊഴിയെ, നീ ഇന്ന് എന്നോടുകൂടി പരദീസിൽ. മനുഷ്യനായിരുന്നെങ്കിൽ പറയാൻ കഴിയുന്ന വാക്കല്ല. ക്രൂശിൽ കിടക്കുമ്പോഴും പൂർണ്ണ ദൈവത്വം ക്രിസ്തുവിലുണ്ടായി. അതുകൊണ്ടാണ് നീ ഇന്ന് എന്നോടുകൂടെ പരദീസിലിരിക്കും. ഇന്ന് ഗെത്സമനയിൽ യേശു തന്നെ മനുഷ്യത്വം മാത്രമുണ്ടായിരുന്നു, ദൈവത്തെ ഉരിഞ്ഞു വെച്ചിരുന്നു എങ്കിൽ യേശുവിനെ പിടിക്കാമെന്ന പടയാളികൾ അന്വേഷിച്ചു. നസ്രാനെ യേശുവിനെ തിരഞ്ഞപ്പോൾ അത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ എന്ന പദം മോശയോട് ദൈവം മുൾപ്പറപ്പ് വെച്ച് പറഞ്ഞ കാര്യമാണ്.
നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനാകുന്നവൻ ഞാനാകുന്നു. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഐ ആം സെയിൻസ് ഉണ്ട്. ഞാൻ നല്ല മുന്തിരിവള്ളി, ഞാൻ 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 എന്ന് പറയുന്ന കാര്യം. ഞാൻ ആടുകളുടെ വാതിലാകും, ഞാൻ ജീവന്റെ അപ്പമാകും. എങ്ങനെ പറഞ്ഞ കർത്താവ് പറഞ്ഞത് 7 ഐ ആം സെയിൻസ് എന്നാണ് പറയുന്നത്. ആ ഞാൻ എന്ന വാക്ക് കേട്ടപ്പോൾ പിടിക്കാൻ വന്ന പടയാളികൾ പിൻവാങ്ങി വീണു എന്നാണ്. ഒരു മനുഷ്യൻ പറഞ്ഞാൽ നടക്കില്ല, ദൈവത്വമാണ്. ഇനി ഒറ്റ നോട്ടം കൊണ്ട് തെറ്റ് ചെയ്ത പത്രോസ് പൊട്ടിപ്പൊട്ടി കരയണമെങ്കിൽ പാപബോധം ജനിക്കുമാറ് ദൈവത്തിന്റെ കണ്ണ് പത്രോസിന്റെ ഉള്ളത്തെ തൊട്ടതുകൊണ്ട് ദൈവത്വം മാറ്റിവെച്ചിട്ടില്ല. ഇനി പത്രോസിന് ഒരു വീണ്ടു വിചാരമില്ലാതെ മഹാപുരോഹിതന്റെ ദാസന്റെ കാതർ ഗെത്സമനിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണത്, പിടിക്കപ്പെടുമ്പോഴാണ്. തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു രംഗമുണ്ട്, കാത് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. കർത്താവ് ഒരിക്കലും, ഇത് ജനറലായിട്ട് വരുന്ന ചിന്തകളാണ്, നിങ്ങളുടെ മനസ്സിരിക്കട്ടെ, ഒരിക്കലും ദൈവത്വം മാറ്റി വെച്ചിട്ടില്ല. ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിക്കാൻ പുത്രന് കഴിയില്ല. ദൈവത്വം ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. തീർച്ചയായിട്ടും ഒരു മാറ്റമില്ല. അല്ല ഉയർത്തെഴുന്ന ദൈവത്തെ മടക്കിയെടുത്തു, ഇങ്ങനെ പറയുന്ന ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രഭാഷണത്തിലോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക സഹോദരങ്ങളൊക്കെ പറയുന്ന ചില വാക്കുകൾ, ക്രിസ്തുവിനെ ആക്രമിക്കുന്ന ആക്രമണങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ ഓക്കെ അപ്പൊ ക്രിസ്തുവിന്റെ ദൈവത്വം പഠിച്ചു, ക്രിസ്തുവിന്റെ മനുഷ്യത്വം. ഓക്കെ, നിങ്ങൾ ഹെഡിങ് എഴുതിയെന്ന് പ്രതീക്ഷിക്കട്ടെ. ഒന്ന്, യേശുവിന് മനുഷ്യനാമങ്ങൾ വിളിക്കപ്പെട്ടിരുന്നു. യേശുവിന് മനുഷ്യനാമങ്ങൾ വിളിക്കപ്പെട്ടിരുന്നു. മനുഷ്യനാമങ്ങൾ ഒന്നാണ്. പഠിക്കുന്നവർക്ക് ക്രിസ്തുവിന് മനുഷ്യത്വമാണ് പഠിക്കുന്നത്. മനുഷ്യൻ എഴുതുക, മനുഷ്യൻ. 1 തിമോത്തി 2:5. 1 തിമോത്തി 2:5. ദൈവം ഒരുവൻ അല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തു തന്നെ എന്നല്ല, മനുഷ്യനായ ക്രിസ്തു തന്നെ എന്ന് എഴുതി. മനുഷ്യനായ ക്രിസ്തു തന്നെ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ. ക്രിസ്തു എന്ന് പറഞ്ഞ തെറ്റാകും. മനുഷ്യനായ ക്രിസ്തു, മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു. മനുഷ്യൻ എന്നാണ് പറഞ്ഞത്, മാൻ, ഹ്യൂമൻ എന്നാണ്. യേശുവിന് മനുഷ്യനാമങ്ങൾ വിളിക്കപ്പെട്ടിരുന്നു. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് മധ്യസ്ഥൻ. അതല്ലേ മധ്യസ്ഥൻ എന്ന് പറഞ്ഞു. 2 വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പാർട്ടികളുടെ നടുവിൽ നിൽക്കുന്ന ഒരാളാണ് മധ്യസ്ഥൻ. അഡ്വക്കേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാം. അഡ്വക്കേറ്റ് എന്താണ്? കുറ്റം ചെയ്തൊരു പ്രതിക്കോ വാദിക്കോ വേണ്ടി ന്യായാധിപന്റെയും ന്യായാധിപ പുസ്തകത്തിന്റെയും നടുവിൽ നിൽക്കുന്ന ഒരാൾ മധ്യസ്ഥൻ, അഡ്വക്കേറ്റ്. അതുകൊണ്ടാണ് പൗലോസ് തന്റെ ആത്മീയ ദർശനത്തിൽ ആ വാക്ക് എഴുതുമ്പോൾ മനുഷ്യനായ ക്രിസ്തു എന്ന് തന്നെ എഴുതിയത്. മനുഷ്യനായ ക്രിസ്തു. ഓക്കെ, യേശു ഒരു മനുഷ്യനായി. 2, മനുഷ്യപുത്രൻ. 1, മനുഷ്യൻ എന്ന വാക്ക് റെഫറൻസ് എവിടെയാണെന്ന് പഠിച്ചു. 2, മനുഷ്യപുത്രൻ. ക്രിസ്തുവിന് മനുഷ്യപുത്രൻ എന്ന പേര് 77 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 77 പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ, ഒരു സംശയമില്ല, മനുഷ്യന്റെ പുത്രൻ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെ? പൂർണ്ണ മനുഷ്യൻ എന്നല്ല. നിങ്ങൾക്കെല്ലാം ഒരു സങ്കോചം ഉണ്ടാകും. കാരണം യേശു ദൈവമായിട്ട് അംഗീകരിക്കാൻ ക്രിസ്തീയ ലോകത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട്. ക്രിസ്തീയ ലോകത്തിന് വെളിയിലുള്ള ആളുകൾക്കാണ്
ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാൻ മടിയുണ്ടായിട്ടുള്ളത്. അവരെല്ലാം പൂർണ്ണ മനസ്സോടെ ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു എന്ന് അംഗീകരിക്കുന്നവരാണ്. ഇന്നും അങ്ങനെ തന്നെ. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാൻ നമുക്കൊരു മടിയില്ല. പക്ഷെ ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവം മാറി, നമ്മുടെ ചിന്ത മാറി. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത്രയും ജാമ്യം എടുത്തത്. യേശുവിന്റെ മനുഷ്യത്വം എന്നൊറ്റ വിഷയം കൊണ്ട് പഠിച്ചു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അത്ര സുഖമില്ലാത്ത കാര്യം ഇതാണ്. ക്രിസ്ത്യാനിക്ക് വെളിയിലുള്ളവർക്ക് സുഖമില്ലാത്ത കാര്യം ക്രിസ്തുവിന്റെ ദൈവത്തെ കുറിച്ച് പറയണം. അവർ ക്രിസ്തു മനുഷ്യനാണെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കൃഷ്ണനും ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പുസ്തകം എഴുതിയിട്ട ആളുകളുണ്ട്. ചരിത്ര തെളിവുകൾ ക്രിസ്തു ജീവിച്ചിരുന്നതിനുണ്ട്. പക്ഷെ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. ക്രിസ്തുവിന്റെ ദൈവത്വം പറയുമ്പോഴാണ് അവർക്ക് പ്രശ്നം. ക്രിസ്തുവിന്റെ മനുഷ്യത്വം പറഞ്ഞ അവർക്ക് ഒരു പ്രശ്നമില്ല. ക്രിസ്തു നല്ലൊരു മനുഷ്യനായിരുന്നു, ക്രിസ്തു തച്ചനായിരുന്നു, യോസഫിന്റെ പുത്രനായിരുന്നു, മറിയാമ്മന്റെ മകനായിരുന്നു എന്നൊക്കെ പറയാൻ ഒരു മടിയില്ല അവർ. ചരിത്ര തെളിവുകളുണ്ടാകാം അവരുടെ വീക്ഷണത്തിൽ, നമുക്കുണ്ട്. പക്ഷേ നേരെ ചർച്ചയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ ദൈവത്തെ അംഗീകരിക്കാൻ ഒരു മടിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്രിസ്തുവിന്റെ മനുഷ്യത്വം വരുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രശ്നം. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകൾ തന്നെ ഞാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. രണ്ട് മനുഷ്യപുത്രൻ 77 പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന് ഉപയോഗിച്ചു. സ്റ്റെഫാനോസ് ഓക്കെ, നിങ്ങൾ എഴുതിക്കോ. ലൂക്കോസ് 19:10. ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും ഒരു വാക്യം മാത്രം എടുക്കുക. ലൂക്കോസ് 19. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 7:55, ആക്ട്സ് 7:55. അവിടെ സ്റ്റെഫാനോസ് കാണുന്ന ദർശനം മരിക്കുന്നതിന് തൊട്ട് മുൻപ് കാണുന്ന ദർശനം. ഇവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. 7:55 അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലഭാഗത്ത് യേശു നിൽക്കുന്നു കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു ഞാൻ കണ്ടു. മനുഷ്യപുത്രൻ എന്നാണ്, ദൈവപുത്രൻ എന്നല്ല, മനുഷ്യപുത്രൻ. സ്റ്റെഫാനോസ് പറഞ്ഞാണ്. ഓക്കെ, 7:55. ഓക്കെ, ആദ്യം പറഞ്ഞത് ലൂക്ക് 19:10. ലൂക്ക് 19:10. ഞാൻ നോക്കിയേക്കാം നമുക്ക്. അതില് 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ. 10ാമത്തെ വാക്യം, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നു. ഇതാണ് 19:10. ഓക്കെ, ഇനി യേശുക്രിസ്തുവിന്റെ മഹത്വത്തോടെയുള്ള മടങ്ങി വരവിൽ ദൈവപുത്രൻ വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി മനുഷ്യപുത്രൻ വരുന്നു എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. മടങ്ങി വരവിൽ ദൈവപുത്രൻ വരുന്നു എന്നല്ല, മനുഷ്യപുത്രൻ വരുന്നു. മത്തായിയുടെ സുവിശേഷം 24:21. മത്തായി 24, നിങ്ങൾ റെഫറൻസ് ചെയ്ത് ഞാൻ റെഫറൻസ് വായിക്കാം. ഓക്കെ, 24:21 വായിക്കുന്നത് ഇങ്ങനെയാണ്: ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഇനിമേൽ ഓക്കെ 24:21. ഓക്കെ, 21-27 കേട്ടോ. ഓക്കെ, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും.
വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും. മനുഷ്യപുത്രന്റെ വരവും കണ്ടോ? കർത്താവിന്റെ യഥാർത്ഥ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് പറയുന്നത്, രഹസ്യവരവിനെ കുറിച്ചല്ല. മഹത്വ പ്രത്യക്ഷ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ 25-ന്റെ 31 വാക്യം. 25-31 മത്തായി തന്നെയാണ്. 25-31 മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന് സിംഹാസനത്തിരിക്കും. മനുഷ്യപുത്രൻ എന്നാണ് ആ വാക്ക് മാത്രം ജസ്റ്റ് എടുക്കുക, മനുഷ്യപുത്രൻ. ഓക്കെ, മൂന്നാമത്തത് യേശു. യേശു അതൊരു മനുഷ്യന്റെ പേരാണ്. യേശു എന്ന വാക്ക് മനുഷ്യന്റെ പേര്. യോശുവ എന്ന പഴയ നിയമത്തിലെ പേരിന്റെ പരിണമിച്ച പദമാണ് യേശു. യോശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്ന് തന്നെയാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്ന് തന്നെയാണ്. യേശു എന്ന പേര് യേശുക്രിസ്തുവിന് മാത്രമായിരുന്നോ? ആണോ? ഒന്ന് പറഞ്ഞ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ പ്ലീസ്. ഞാൻ തന്നെ ഇരുന്ന് പറയല്ലേ, മോണലോഗ് ഇങ്ങനെ പോവല്ലേ. ബറ യേശു ഉണ്ടായിരുന്നില്ലേ? അതെ, ബറ യേശു എന്ന് വെച്ചാൽ യേശുവിന്റെ മകൻ എന്നാണ് എന്റെ അർത്ഥം. യേശു എന്ന പേര് കോമൺ പേരായിരുന്നു. അതിനെ കുറിച്ച് ഒന്ന് പറയൂ സാർ. യോശു എന്ന പദം പരിണമിച്ചുണ്ടായതാണ് യേശു എന്ന പദം, അതൊന്ന് പറയൂ സാർ. അതെ അതെ, യോശു എന്ന വാക്കും യേശു എന്ന വാക്കും എബ്രായ ഭാഷയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താ പരിണമിച്ച പേരാണ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ, നമ്മൾ കേരളത്തില് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൈലി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? പൈലി, എത്ര പേര് പൈലി എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. പൈലി എന്ന വാക്കിന്റെ മറ്റൊരു പേരാണ് പൗലോസ്. ആണ്. പൗലോസ് എന്ന മറ്റും ഒരു അതിന് പരിണമിച്ച് മലയാളീകരിച്ച് അല്ലെങ്കിൽ മലയാള കേരളത്തിലുണ്ടായ ഒരു പേരാണ് പൈലി. അങ്ങനെ എത്രയോ പേരുകൾ പറയാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ അങ്ങനത്തെ പേരുകൾ കണ്ടെത്താൻ പറ്റും. ചാക്കോ, ചാക്കോ എന്ന പേര് എന്താണ്? ചാക്കോയുടെ ഒരു വേറൊരു പേരെന്തായിരിക്കും? ചാൾസ്. ചാൾസ് അല്ല, യാക്കോബ്, ജെയിംസ്, ചാക്കോ. നിങ്ങൾക്ക് ആർക്കും രണ്ടു നാടും പറഞ്ഞു കുഴപ്പമില്ല. ഓക്കെ, പഴയ പേരുകളാണ്. ഞാൻ ക്രിസ്ത്യാനിയുടെ ഇടയിലുള്ള പേരാണ്. മുസ്ലിമിന്റെ ഇടയിലും അങ്ങനത്തെ പേരുണ്ടായിരിക്കും കേട്ടോ. ഹൈന്ദവ അവരുടെ ഇടയിലൊക്കെ അങ്ങനെ പേരുകൾ പരിണമിച്ചുണ്ടായിട്ടാണ്. ഒരേ പേര് തന്നെയാണ്, പക്ഷെ പല രീതിയിലാണ് വിളിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ യോശു എന്ന വാക്ക് വിളിച്ച് ഇപ്പൊ യാക്കോബ് ചാക്കോ ആയ പോലെ തന്നെ യേശു എന്ന പേര് ഇതൊരു കോമൺ നെയിമായിരുന്നു. യേശു അതിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അപ്പൊ യേശു എന്ന പേര് തന്നെ മനുഷ്യർക്കിടുന്ന പേരാണ്. ക്രിസ്തു എന്ന പേര് എന്താണ്? ക്രിസ്തു. യേശുവിനെ ക്രിസ്തു എന്ന് വിളിച്ചാൽ അഭിസംബോധന ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് സതാനി ശക്തി വിളിച്ചിട്ടുണ്ട്. ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് ചോദിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്രിസ്തുവേ എന്ന് വിളിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? നിങ്ങളുടെ റെഫറൻസിന് വിടുകയാണ്. ഓക്കെ, എല്ലായിടത്തും യേശുവേ യേശുവേ മനുഷ്യന്റെ പേരാണ് വിളിച്ചത്. ക്രിസ്തു യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അടയാളമാണ്. മശിഹ എന്ന് പറയുന്ന വാക്കിന്റെ എബ്രായ പദത്തിന്റെ യഥാർത്ഥ ഗ്രീക്കിലെ പേരാണ് ക്രിസ്തോസ്, അല്ലെങ്കിൽ ക്രിസ്തു. മലയാളത്തിൽ ക്രിസ്തു, ക്രൈസ്റ്റ്, ക്രിസ്റ്റോസ്. മശിഹ എന്ന എബ്രായ വാക്കിന്റെ തത്വത്തിലർത്ഥമാണ് ഗ്രീക്കിൽ ക്രിസ്റ്റോസ്. അതിൽ നിന്നാണ് ക്രിസ്തു, ക്രൈസ്റ്റ് എന്ന വാക്കുണ്ടായത്. ഓക്കെ, അപ്പോൾ യേശു
ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലെ പേരായിരുന്നു യേശു. പേരിടണം എന്നാണ് ദൂതൻ പറയുന്നത് അല്ലെ? യോസഫിനോട് ദൂതൻ വന്ന് പറയുമ്പോൾ, ഗബ്രിയേൽ വന്ന് പറയുമ്പോൾ, ഇപ്പോൾ അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് യോസഫിനോട് പറയുകയാണ്. ഓക്കെ, അപ്പൊ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലുള്ള പേരാണ് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലുള്ള പേരാണ് യേശു. മാത്യു 1:21-23. മത്തായി 1:21 യേശു എന്ന് പേരിടണം എന്ന് ഗബ്രിയേൽ പറഞ്ഞത് 23 പേരിട്ടു. അങ്ങനെ പേരിട്ടു. അപ്പൊ യേശുവെ എന്ന് വിളിക്കുമ്പോൾ യോശുവ എന്ന വാക്കിന്റെ അർത്ഥം കൂടിയാണ് രക്ഷകനെ, രക്ഷക എന്നാണ്. അവൻ തന്റെ ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്, പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ഓക്കെ, രക്ഷകൻ അർത്ഥമാണ് യേശു. ഓക്കെ, കൺഫ്യൂഷൻ ആകണ്ട കേട്ടോ, അങ്ങനത്തെ കൺഫ്യൂഷൻ ആകണ്ട. ക്രിസ്തുവിന്റെ മനുഷ്യത്വം പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യേശു പൂർണ്ണ ദൈവമാണെന്ന് അംഗീകരിക്കാൻ ഒരു മടി ക്രിസ്ത്യാനികൾക്കില്ല. ഒരു പ്രശ്നം ഉണ്ടാകും. യേശു പൂർണ്ണ മനുഷ്യനാണ് എന്ന് കുറെ കാര്യങ്ങൾ താഴ്ത്തി കഴിയുമ്പോൾ മനസ്സിലാകും. അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? തീർച്ചയായിട്ടും ചോദിച്ചു. നിങ്ങൾക്ക് യോശു എന്ന പദത്തിൽ നിന്നാണ് യേശു എന്ന പേര് പരിണമിച്ചുണ്ടായെന്ന് പറഞ്ഞാൽ ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മൂലവാക്കുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ യോശുവ എന്ന വാക്കും യേശു എന്ന വാക്കും ഒരേ മൂലവാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ എഴുതി വെച്ചു. ഒരു കുഴപ്പമില്ല. ഇതുവരെ കേട്ടിട്ടില്ല, അതാ ചോദിച്ചത്. ഒരാകാംക്ഷ ചോദിച്ചു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചോദിച്ചു. എനിക്കറിയാവുന്ന പറഞ്ഞാൽ അറിയില്ലാത്ത അറിയില്ല തന്നെ പറയാം. ഞാനവിടെ സ്കോളർ, ഐ എം ജസ്റ്റ് ലേണർ. ഞാൻ പഠിതാവ് തന്നെയാണ്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന ഒരാൾ തന്നെ. അതുകൊണ്ട് അറിയാവുന്ന പറഞ്ഞുതരാം. യോശുവ എന്ന വാക്കിന്റെ അർത്ഥം സേവിയർ എന്നാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം സേവിയർ, രക്ഷകൻ. എന്റെ 2 കുഞ്ഞുങ്ങളുടെ പേര്, ഒരാളുടെ പേര് ജോയന എന്നാണ്, അതിന്റെ പേര് ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്നാണ്. രണ്ടാമത്തെ മോളുടെ പേര് ജെനിക്ക എന്നാണ്, അതും ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്നാണ്. ഒരേ മൂലഭാഗം. നിങ്ങൾ എപ്പോഴും പിള്ളേർക്ക് വേണ്ടി പേര് ഓൺലൈൻ സെർച്ച് ചെയ്താൽ അവിടെ ഒരേ പേരിന് പല പേരുകൾക്ക് ഒരേ അർത്ഥം ഉള്ളതായിട്ട്. ജെനിക്ക, ജോഹന, അത് ജോവാനയാണെങ്കിലും ജോഹന്നയാണെങ്കിലും ജോഹാനാണെങ്കിലും ഒക്കെ ഒരൊറ്റ വാക്ക്, ഗോഡ് ഈസ് ഗ്രേഷ്യസ്. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഒറ്റ മൂലവാക്കിൽ നിന്നുണ്ടായതാണ് ആ പേര്. ക്ലിയർ? ക്ലിയർ ആണ്? ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഏതെങ്കിലും പേര് നാട്ടിലുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ കേട്ടോ. ഇഷ്ടംപോലെ പേരുണ്ട്. എന്റെ ഓർമ്മ വരാത്തോണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ പേരുകൾ. ഓക്കെ ഓക്കെ അപ്പോ യേശുവിന്റെ മനുഷ്യനാമങ്ങൾ വിളിക്കപ്പെട്ടിരുന്നു. ഒന്നാമത്തെ സബ് പോയിന്റ് ആണ്. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ അടിയിൽ നമ്മൾ പഠിച്ച ഒന്നാമത്തെ സബ് പോയിന്റ് ആണ്. രണ്ടാമത്തെ സബ് പോയിന്റ്, ക്രിസ്തുവിന് ദൃശ്യമായ മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് ദൃശ്യമായ മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സബ് പോയിന്റ് ആണ്. ക്രിസ്തുവിന് ദൃശ്യമായ മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നു. നിങ്ങൾ ആരുടെ മൈക്ക് ഓൺ ആണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഓൺ ചെയ്തോ. അതിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഓക്കെ ദൃശ്യമായ മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നു. ജീസസ് possessed human possessed the physical nature എന്ന് വേണ്ടി പറയാം. ഒരു ഫിസിക്കൽ നേച്ചർ ഉണ്ടായിരുന്നു. യോഹന്നാൻ വാക്യം ഒന്ന് വായിച്ചേ. നമുക്കൊന്ന് തൊട്ട് പോയേക്കാം. ഞാൻ ആ പ്രാവശ്യം പറഞ്ഞു, എങ്കിലും ഒന്നൊരു തൊട്ട് പോയേക്കാം. യോഹന്നാന്റെ സുവിശേഷങ്ങൾ നല്ല രസകരമായിട്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന് 1-ാം ലേഖനവും അതിലും മനോഹരമായിട്ട്. ആദ്യം മുതലുള്ളതും കേട്ടോ, യേശുക്രിസ്തുവിന്റെ നിത്യത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം മുതലുള്ളതും അതിനെ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ
നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. അത് ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കും. പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ പിതാവിനോട് കൂടെ ഇരുന്ന് നിങ്ങൾ തിയോളജി ആയിട്ട് ദൈവശാസ്ത്ര ചിന്തയിൽ നിന്ന് വായിച്ചു നോക്കിയും അവിടെ എന്തൊക്കെയുണ്ട്? ക്രിസ്തുവിന് നിത്യത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. താൻ നിത്യനായവൻ, പിതാവിനോട് കൂടി ഉണ്ടായിരുന്നവൻ, ആദ്യം മുതലുള്ളവൻ, ഇതാ പ്രത്യക്ഷമായി അവനെ ഞങ്ങൾ കേട്ടു, അവനെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ കൈ തൊട്ടു. കണ്ടോ? ദൈവം മനുഷ്യനായി, നിത്യതയിൽ ആദ്യം മുതലുള്ളവൻ ഇതാ പ്രത്യക്ഷനായി. സാക്ഷിയല്ലേ? ദൃക്സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ കുറിപ്പുകളാണ് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അതിന്റെ അർത്ഥം ക്രിസ്തുവിനെ കാണാൻ കഴിയുന്ന, തൊടാൻ കഴിയുന്ന, സ്വന്തം കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു രൂപമുണ്ടായിരുന്നു. ദൃശ്യമായ മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നു. ഇത് പഠിക്കുമ്പോൾ നമുക്കൊരു അതിശയം തോന്നണ്ട. ഇത് അത്രയേറെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, പ്രകൃതി ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നാം അതിന്റെ സബ് പോയിന്റ് ഇപ്പൊ പറഞ്ഞ സബ് ഹെഡിങ്ങിന്റെ സബായിട്ട് വരുന്നത് വചനം ജഡമായി. ഒന്ന്, വചനം ജഡമായി. വചനം ജഡമായി. യോഹന്നാൻ 1:14 നിങ്ങൾക്കറിയാം വാക്യം. അതിന്റെ അർത്ഥം വചനം മനുഷ്യപ്രകൃതി സ്വീകരിച്ചു, മനുഷ്യരൂപമെടുത്തു എന്നാണ്. ജഡം എന്ന വാക്കിന് എന്താ പറയുന്നത്? രണ്ടർത്ഥമുണ്ട്. ഒന്ന് കാർണെ എന്ന് പറയുന്നുണ്ട്, രണ്ട് ഫ്ലഷ് എന്ന് പറയുന്നുണ്ട്. ഫ്ലഷ്, കാർണെ, ഇൻകാർണേഷൻ എന്നാണ് പറയുന്നത്. ജഡരൂപമെടുത്തു. ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഈ ജഡത്തിന്റെ ആഗ്രഹത്തെയാണ് ഫ്ലഷ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ രൂപത്തിന് എപ്പോഴും പറഞ്ഞ കാർണെ എന്നാണ്. കാർണ എന്നുള്ളത് ഇൻകാർണേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ. ജഡരൂപത്തെടുത്തിന് ഇൻകാർണേഷൻ, കാർണേഷൻ എടുത്തു, ഇൻകാർണേഷൻ ആയി. ഓക്കെ, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അതൊന്നും നിങ്ങൾക്ക് പ്രയാസപ്പെടണ്ട. ഓക്കെ, വചനം ജഡമായി. യോഹന്നാൻ 1:14 അഥവാ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു, നമ്മുടെ ഇടയിൽ പാർത്തു. കണ്ടോ? മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. ഇങ്ങനെ ഒരു സമയത്ത് പ്രത്യക്ഷനായി. അവിടെ രൂപം പോലെ കണ്ടു, ഇവിടെ രൂപം പോലെ കണ്ടു. അങ്ങനെയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല ക്രിസ്തു. ജഡരൂപമെടുത്ത് ഞങ്ങളുടെ ഇടയിൽ തന്നെയാണ് പാർത്തത് എന്നാണ്. ഓക്കെ, എബ്രായർ 2:14. എബ്രായർ 2:14 റെഫറൻസ് ചെയ്തിക്കോ. ജഡരക്തങ്ങളുള്ളവനായി വന്നു. ജഡരക്തങ്ങളുള്ളവനായി വന്നു. ജഡം എന്ന് പറഞ്ഞ ശരീരം, ശരീരത്തിൽ രക്തം. അതാണ് ജഡരക്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യ ശരീരം എന്നാണ്. ജഡരക്തങ്ങളോടുകൂടി നിങ്ങൾക്ക് വായിക്കാൻ റെഫറൻസ് എന്താ വായിക്കാൻ എല്ലാവർക്കും നിങ്ങൾക്കറിയാം. മക്കൾ ജഡരക്തങ്ങളോടുകൂടി ഉള്ളവരാകിയാൽ അവനും ജഡരക്തങ്ങളുള്ളവനായി പാപജടത്തിന്റെ സാദൃശ്യത്തിലും, പാപജടത്തിൽ നിന്നല്ല, പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയക്കപ്പെട്ടു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആ റെഫറൻസ് എഴുതി വെക്കുക, പിന്നീട് നിങ്ങൾ വായിക്കും. എബ്രായ ലേഖനം 2:14. ഇത്രയാണ് നമ്മൾ പറഞ്ഞ കാര്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടെ ഉള്ളവരാണ്. തന്റെ സൃഷ്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യ സൃഷ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ജഡമുണ്ട്, രക്തം. അവർ ജഡത്തിലും രക്തത്തിലും, അതായത് ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് അതേ ശരീരമുള്ളവനായി ക്രിസ്തു ഭൂമിയിൽ വന്നു. ഓക്കെ, അതായത് ക്രിസ്തുവിന് ശരീരം ഉണ്ടായിരുന്നു, പ്രാപ്തമായിരുന്നില്ല, ഒരു അദൃശ്യ അജ്ഞാത രൂപമായിരുന്നു. കൃത്യമായ ശരീരമുണ്ട്. ഓക്കെ, 1 യോഹന്നാൻ 4:1-3 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 4:1-3 വരെയുള്ള വാക്യം. 1 യോഹന്നാൻ 4 നിങ്ങൾ എഴുതുക, ഞാൻ വായിക്കാം. വളരെ ഇമ്പോർട്ടന്റ് വാക്യമാണ്. യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിന്റെ ദൈവത്തെ സംബന്ധിച്ച് സമർത്ഥമായ വാക്കുകൾ യോഹന്നാന്റെ വളരെ സമർത്ഥമായ വാക്കാണ്. തന്റെ മനുഷ്യത്വം സംബന്ധിച്ചും യോഹന്നാൻ പറഞ്ഞത്. 4:1 മുതൽ
പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിൽ പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ചെയ്യുന്നു. ദൈവാത്മാവിന് ഇതിനാൽ അറിയാം യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾ, യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പറയുന്ന ആത്മാക്കളെല്ലാം ദൈവത്തിൽ നിന്ന് ആണെന്നല്ല പറഞ്ഞത്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ആ പരിശുദ്ധാത്മ വെറുതെ എഴുതി വെച്ചേക്കുന്നതല്ല. കാരണം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിക്കും, ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നു. ആത്മാവിലൊക്കെ പാടും, ആരാധിക്കുകയും സുവിശേഷമൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ ക്രിസ്തു ശരീരത്തിൽ വന്നു എന്ന് അവർ വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിക്കാത്തവരുണ്ടാകുമെന്നൊരു പ്രവചനാത്മാവിൽ എഴുതി വെച്ചത് കൂടിയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാണ്. യേശു ക്രിസ്തു ജഡത്തിൽ വന്ന് സ്വീകരിക്കാത്ത ആത്മാക്കളൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് വ്യംഗ്യാർത്ഥപ്രകാരം എഴുതി വയ്ക്കും. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എഴുതുക നിങ്ങൾ. ഇവരുടെ വാക്യം എഴുതി. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം മനുഷ്യ ശരീരത്തോടുകൂടെയുള്ള യഥാർത്ഥ പ്രത്യക്ഷതയായി. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം മനുഷ്യ ശരീരത്തോടുകൂടെയുള്ള യഥാർത്ഥ പ്രത്യക്ഷതയായി. ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം മനുഷ്യ ശരീരത്തോടുകൂടെയുള്ള യഥാർത്ഥ പ്രത്യക്ഷതയായി ശരീരം ഉണ്ടായി. ഞാൻ ആദ്യം പ്രാഥമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണം, എന്നിട്ട് വേണം ഈ വഴി. ഡൊസറ്റിസം എന്താണ് പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ. 2, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ തന്റെ മനുഷ്യ ശരീരത്തിലായിരുന്നു. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ തന്റെ മനുഷ്യ ശരീരത്തിലായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യത്വത്തിലായിരുന്നു. ദൈവത്വമുണ്ട് ക്രിസ്തുവിൽ, മാറിയിട്ടില്ല. ഞാനത് ആദ്യമേ പറഞ്ഞു. ഗെത്സമനയിൽ വെച്ചത് ഉരിഞ്ഞു വെച്ചിട്ടില്ല. ക്രൂശിൽ കിടക്കുമ്പോഴും പാപിയ മനുഷ്യനോട് നിന്നോടുകൂടെ പാപക്ഷമ കിട്ടാതെ പരദീസയിൽ പോകില്ല അല്ലേ? തീർച്ചയായിട്ടും പാപക്ഷമ കർത്താവ് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ അങ്ങനെ പാപം മോചിക്കാത്ത ഒരു വ്യക്തിയെ സ്വർഗത്തിൽ കൊണ്ടാ ദൈവത്തിന് കഴിയും. തീർച്ചയായും ക്രൂശിൽ കിടന്ന മനുഷ്യൻ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പാപം മോചിച്ചു തന്നിരിക്കുന്ന കർത്താവ് പറഞ്ഞില്ലെങ്കിലും നീ ഇന്ന് എന്നോടുകൂടെ വർദ്ധിച്ചിരിക്കും. ഒറ്റ വാക്കിൽ തന്നെ പാപത്തിന് മോചനമുണ്ട്. അവൾ തീർച്ചയായിട്ടും അധർമ്മിയായിരുന്നു. അതുകൊണ്ട് ക്രൂശിൽ കിടന്ന് നാം ചെയ്തു പറഞ്ഞു തെറ്റ് ചെയ്തിട്ടും അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ ക്രൂശിൽ കിടന്നിട്ട് നീ പഠിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു മറ്റവനോട് അല്ലേ? തീർച്ചയായിട്ടും താൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പാപബോധം തനിക്കുണ്ട്. ക്രൂശിൽ കിടന്നുകൊണ്ട് ആ കഷ്ടം അനുഭവിക്കുന്ന തനിക്കൊരു പാപബോധം ഉണ്ടായി. അവിടെ കിടന്നുകൊണ്ടാണ് താൻ വിളിക്കുന്നത്, എന്നെയും ഓർക്കണം, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്നൊരു വാക്യേ പറഞ്ഞുള്ളൂ. പക്ഷെ കർത്താവിന് രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഇന്ന് നീ എന്നോട് കൂടെ പ്രവർത്തിച്ചു. ദൈവത്വം ഉരിഞ്ഞു വെച്ചിരുന്നെങ്കിൽ അതെങ്ങനെ സാധിക്കും? ഒരിക്കലും സാധിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ, ക്രൂശിലെ കഷ്ടാനുഭവങ്ങൾ തന്റെ മനുഷ്യത്വത്തിലായിരുന്നു, അഥവാ മനുഷ്യ ശരീരത്തിലായിരുന്നു. 1 പത്രോസ് 2 21 മുതൽ 23 വരെ. 1 പത്രോസ് 2 21 മുതൽ 23 വരെ വാക്യം ഒന്ന് വായിച്ചു പോകാം നമുക്ക്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് മനുഷ്യത്വം പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ദൈവത്വം പഠിപ്പിക്കാൻ ഈസി ആയിരുന്നു, ഫ്ലോ ആയിട്ട് അങ്ങ് പോകായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. 1 പത്രോസ് 2 21 23 നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയി. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്തു. ഓക്കെ, എന്താണ് ഇവിടുത്തെ പോയിന്റ്? എന്താണ് ഇവിടുത്തെ? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ടുണ്ട്. എന്താണ്? ക്രിസ്തു മനുഷ്യനായിരുന്നപ്പോൾ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ മനുഷ്യ ശരീരത്തിൽ കഷ്ടങ്ങൾ ഉണ്ടായി. നിങ്ങളുടെ ശരീരത്തിനും കഷ്ടം ഉണ്ടാകാം. പത്രോസിന്റെ ലേഖനമാണ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നത് നല്ലത്, ഈ നാമം ധരിച്ചിട്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി എത്ര വേണ്ടത് എന്ന് പത്രോസാണ് എഴുതി വെച്ചത്. ഈ പത്രോസ് എഴുതിയത് അന്നത്തെ ഭീകരമായ ക്രിസ്തീയ പീഡനത്തിന് നടുവിൽ
ചിതറിപ്പാർത്തിരുന്ന വിശുദ്ധന്മാരെ സാന്ത്വനിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയതാണ് ഈ ലേഖനം. നമുക്കത് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ. ആ സാന്ത്വന നടുവിൽ ക്രിസ്തുവിനെ മാതൃകയാക്കി വെച്ചുകൊണ്ട് പറയുകയാണ്, ക്രിസ്തുവും കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു ദൈവം ആയിരുന്നു, പക്ഷെ ദൈവത്വത്തിലല്ല തന്റെ കഷ്ടം, തന്റെ ശരീരത്തിനാണ് കഷ്ടം, തന്റെ മനുഷ്യത്വത്തിലാണ് കഷ്ടം അനുഭവിച്ചത്. അതുകൊണ്ടൊരു മാതൃക നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഓക്കെ, എബ്രായർ 2:17 നിങ്ങൾ റെഫറൻസ് ചെയ്തുക. എബ്രായർ 2:17, ഹീബ്രു 2:17. ക്രിസ്തുവിന്റെ നമ്മൾ പറഞ്ഞു വന്ന ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം തന്നെ മനുഷ്യത്വത്തിലായിരുന്നു. 2:17. ഓക്കെ, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ട സകല സഹോദരന്മാരും സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി. അതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് മനുഷ്യരോട് സദൃശനായി എന്നാണ്. എന്നിട്ട് എന്റെ 18ാമത്തെ വാക്യം ഇങ്ങനെയാണ്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കാൻ കഴിവുള്ളവനാകും. ക്രിസ്തുവിന്റെ ദൈവത്വത്തിലാണ് കഷ്ടം അനുഭവിച്ചിരിക്കുന്നത്. ദൈവത്വത്തിൽ കഷ്ടം അനുഭവിക്കാനേ കഴിയില്ല. അങ്ങനെ ചിന്തിക്കുക പോലും വരുത്. ദൈവത്തിന് കഷ്ടം എങ്ങനെ ചിന്തിക്കാൻ പറ്റും? സകലരുടെയും കഷ്ടം നീക്കുന്ന ദൈവത്തിന് കഷ്ടം ഉണ്ടാകുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ദൈവത്വത്തിലല്ല താൻ കഷ്ടം സഹിച്ചത്, തന്റെ മനുഷ്യത്വത്തിലാണ്. മനുഷ്യത്വത്തിൽ കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ, തന്റെ മനുഷ്യത്വത്തിൽ മനുഷ്യരീതിയിൽ കഷ്ടം അനുഭവിച്ച് മാത്രമേ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ കഴിയൂ. അതാണ് എന്റെ. ഓക്കെ, മറ്റു ഒത്തിരി നല്ല റെഫറൻസുകൾ വേറെ ഉണ്ട്. ഓക്കെ, എബ്രായർ 2:17, 1 Peter 4:1, 1 പത്രോസ് 4:1. പത്രോസ് ലേഖനത്തിൽ വീണ്ടും മടങ്ങി വരികയാണ് നമ്മള്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട്, കണ്ടോ, ക്ലിയർ അല്ലേ? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിക്കും. ഓക്കെ, അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ മനുഷ്യത്വത്തിലായിരുന്നു, മനുഷ്യ ശരീരത്തിലായിരുന്നു, തന്റെ ജഡത്തിലായിരുന്നു. 1 പത്രോസ് 4:1. ഓക്കെ, ക്രിസ്തു ദൈവമല്ലായിരുന്നു. ഈ കഷ്ടങ്ങളൊക്കെ കർത്താവിന് വളരെ ഈസി ആയിട്ട്, ഈ കഷ്ടങ്ങളായിട്ട് പോലും തന്റെ ദൈവത്തെ തോന്നിക്കാണില്ല എന്നൊരു ചിന്തയാണ് നമ്മുടെ പലപ്പോഴും മനസ്സിൽ, അല്ലേ? ക്രിസ്തു ദൈവമായതുകൊണ്ട് ക്രൂശി കിടന്നുകൊണ്ട് ഇങ്ങനെ വേദനിച്ച് നിലവിളിച്ച് നിൽക്കുകയുള്ളൂ. പക്ഷെ ദൈവമായതുകൊണ്ട് ദൈവത്തിന് വേദനയൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ബൈബിളിന്റെ വെളിച്ചത്തിൽ അതിനെ പുറത്താക്കി കളയണം. ക്രിസ്തു സാധാരണ മനുഷ്യനെ പോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ താൻ വേദന അനുഭവിച്ചു. 2 രീതിയിലാണ് ക്രിസ്തുവിന് വേദന. ഒന്ന്, തന്റെ സ്പിരിച്വൽ പെയിൻ ആണ്. ദൈവം പാപം ചെയ്തവർ ദൈവത്തോട് അകലും, അല്ലെ? പാപത്തിന്റെ മരണം എന്താണ്? പാപത്തിന്റെ ശിക്ഷ എന്താണ്? മരണമാണ്. മരണം എന്ന വാക്കിന് സെപ്പറേഷൻ എന്നാണ്. സെപ്പറേഷൻ ഫ്രം ഗോഡ്. ഈ ശരീരത്തിലെ മരണത്തെ കുറിച്ച് പറഞ്ഞ സെപ്പറേഷൻ ഫ്രം ബോഡി, ദ സ്പിരിറ്റ് സെപ്പറേറ്റഡ് ഫ്രം ദ ബോഡി. ശരീരത്തിന് ആത്മാവ് വേർപിരിയുന്നു, അല്ലെങ്കിൽ പ്രാണൻ വേർപിരിയുന്നു. ഓക്കെ, അതാണ്. ആത്മാവും ശരീരം വേർപിരിയുമ്പോൾ പ്രാണൻ അപ്രത്യക്ഷമാവും. ഓക്കെ, അതാണ്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും. അവർ തിന്നു, പക്ഷെ മരിച്ചില്ല. എന്താണ് മരണം? അവർക്ക് സംഭവിച്ചു, ദേ സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്, അല്ലേ? ദൈവത്തിൽ നിന്ന് മാറി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതിനാണ് ഡെത്ത് എന്ന് പറയുന്ന മറ്റൊരു മീനിങ്. ഈ വൃക്ഷത്തിന്റെ നടുവിൽ നിൽക്കുന്ന, ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും. തിന്നെ അന്ന് അവർ മരിച്ചു. എന്താണ് പറയുന്നത്? നോട്ട് ഫിസിക്കൽ ഡെത്ത്. ഫിസിക്കൽ ഡെത്ത് ആത്മീയ മരണത്തിന്റെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നതാണ് ഫിസിക്കൽ ഡെത്ത്. പക്ഷേ ശാരീരിക മരണം. പക്ഷെ ആത്മീകമായിട്ടാണ് ആദ്യം മരിച്ചത്. അതോടുകൂടിയാണ് ശാരീരിക മരണം ഉണ്ടായത്. ആത്മീകമായി മരിച്ചു. എന്താണ്? ദൈവത്തിൽ നിന്ന് അകന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം ഇതാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടുന്നു. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി തന്റെ പുത്രനെ മറന്നു, സെപ്പറേറ്റ് ചെയ്തു. ആ സെപ്പറേഷനാണ് സ്പിരിച്വൽ ഡെത്ത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സ്പിരിച്വൽ പെയിൻ എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഡെത്ത് അല്ല, സ്പിരിച്വൽ പെയിൻ. 2 തന്നെ ശാരീരിക വേദനയാണ്. തികച്ചും ക്രിസ്തു ശരീരത്തിലാണ് കഷ്ടം. അതായത് ക്രിസ്തുവിന് ശരീരം ഉണ്ടായിരുന്നു, ക്രിസ്തുവിന് ദൃശ്യമായൊരു മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നു. വായുവിനടിക്കാൻ പറ്റും, അല്ലേ? നിങ്ങൾ കണ്ടത് വായുവിനടിക്കാൻ പറ്റും. ശിഷ്യന്മാരെ പടയാളികൾ എത്ര പ്രാവശ്യം കർത്താവിനെ അടിച്ചു, ചട്ടവാറ് കൊണ്ടടിച്ചു.
ചില പ്രസംഗകർക്ക് പറയുന്ന കേട്ടില്ല നിങ്ങൾ, ബൈബിളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ റോമൻ ചാട്ടയെ കുറിച്ച് പറയുന്നുണ്ട്. കൂർത്തുമുറുത്ത എല്ലുകളും മുള്ളുകളും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന തുകലിലെ ചാട്ട, ആ ചാട്ട കൊണ്ട് അടിച്ച് വലിച്ച് പറിക്കുമ്പോൾ മാംസത്തോടുകൂടെ രക്തവും വെളിയിലേക്ക് വരും. മാംസവും രക്തവും വെളിയിലേക്ക്. അന്നത്തെ ചാട്ടയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്ന പദങ്ങളാണ്. അത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഒരു ശരീരം വേണം അടിക്കാൻ, വേണ്ടേ? ഒരു ശരീരം വേണം അടിക്കാൻ. ക്രിസ്തു തന്റെ ശരീരത്തിലാണ് കഷ്ടം അനുഭവിച്ചത്. അതൊരു എപ്പിഫാനി ആയിരുന്നില്ല, ഒരു അജ്ഞാത രൂപമായിരുന്നു, കാണാൻ കഴിയുന്ന തൊടാൻ കഴിയുന്ന രൂപമായി. ഓക്കെ, മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് മരണത്തിന് വിധേയപ്പെട്ടത്. ക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് മരണത്തിന് വിധേയപ്പെട്ടത്. ക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് മരണത്തിന് വിധേയപ്പെട്ടത്. കർത്താവ് മരിച്ചു, പക്ഷെ ഉയർത്തെഴുന്നേറ്റു. അല്ലേ? ഒരു 3 ദിവസത്തെ ഒരു മരണം. ശരീരം അഴുകാൻ അനുവദിച്ചില്ല. തന്റെ പരിശുദ്ധന്റെ ശരീരം ദ്രവത്വത്തിന് ഏൽപ്പിച്ചില്ല. സങ്കീർത്തനത്തിൽ വാക്യം. ക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് മരണത്തിന് വിധേയപ്പെട്ടത്. 1 പത്രോസ് 3:18. 1 പത്രോസ് 3:18. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇത്ര മനോഹരമായൊരു വാക്യം. അല്ലെ? ക്രിസ്തുവൻ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, ആ പിക്ചർ ഒന്ന് കണ്ടു നോക്കിയേ. ക്രിസ്തുവൻ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി, ക്രിസ്തു പാവമൊന്നുമില്ലായിരുന്നു അല്ലേ? നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം. ആരുടെ പാപം നിമിത്തം? ക്രിസ്തുവിന്റെ പാപം നിമിത്തമാണ്, അല്ല നമ്മുടെ പാപം നിമിത്തം. നീതി കെട്ടവരുടെ പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും. ജഡത്തിൽ മരണശിക്ഷ, തന്റെ ദൈവത്വം അല്ല മരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ദൈവത്തിന് മരണമില്ല. ആരെങ്കിലും കുറിച്ച് ദൈവം മരിച്ചു എന്ന് പറഞ്ഞാൽ ബൈബിൾ സേസ് ക്രിസ്തു മരിച്ച ശരീരത്തിലാണ്, ജഡത്തിലാണ്, മനുഷ്യത്വമാണ്. മനുഷ്യത്വത്തിലാണ് മരണം അനുഭവിച്ചത്. മരണം അനുഭവിച്ചു എന്നാണ് കേട്ടോ, മരിച്ചുപോയി എന്നല്ല, മരണം അനുഭവിച്ചു, കഷ്ടം അനുഭവിച്ചു. ഓക്കെ, മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ജഡമാണ്, ശരീരമാണ്, മനുഷ്യപ്രകൃതിയിലാണ് മരിക്കും. കാരണം ദൈവത്തിന് മരണമില്ല. നിങ്ങൾ എഴുതിയ റെഫറൻസ് 1 Peter 3:18. 3:18. ഓക്കെ, ചില സംശയങ്ങളും നൂൽപാലങ്ങളെല്ലാം ഇതിന്റെ ഇടയ്ക്ക് സൃഷ്ടിക്കപ്പെടും. അതിനെല്ലാം ബൈബിൾസ് മറുപടി നൽകുകയാണ്. നമ്മുടെ പലപ്പോഴും പൗലോസിനെ, അപ്പോസ്തലൻ പൗലോസിനെയാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിക്കുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ദൈവദാസൻ സംസാരിച്ച ദൈവദാസൻ ക്രിസ്തുവിന് ഏകദേശം സമനാക്കിയാണ് പൗലോസിനെ. ദൈവത്തെ വിഷയമല്ല, ക്രിസ്തുവിന് സമനാക്കി, ഏകദേശം സമനാക്കിയാണ് അത് പ്രകീർത്തിച്ചത്. ഇന്ന് പകൽ മുഴുവൻ ഞാൻ ചിന്തിച്ചത് സത്യത്തിൽ പത്രോസിനെ കുറിച്ചാണ്. പത്രോസ് സത്യത്തിൽ അൺസ്കൂൾഡ് ആയത്, പക്ഷെ എത്രയും മഹത്തരമായ കാര്യങ്ങളാണ് താൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയും ആഴമേറിയ ക്രിസ്തുവിന്റെ മനുഷ്യത്വം സംബന്ധിച്ച് സമർത്ഥമായി ഇത്ര ഭംഗിയായിട്ട് എഴുതിയുള്ള മനുഷ്യൻ ആരുണ്ട്? ക്രിസ്തുവിന്റെ ക്രൂശിനെ സംബന്ധിച്ച് എത്ര ഭംഗിയായ വാക്ക്. പൗലോസിനോട് തന്നെ കിടപിടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസ്. ഒരിക്കലും അവരെ എഴുത്തുകൾക്ക് അളവ് പോലും ഉണ്ടാകാം, ഏറ്റക്കുറച്ചുണ്ടാകാം, എഴുതിയ വോളിയങ്ങളുടെ എണ്ണം വ്യത്യാസം ഉണ്ടാകാം. ഈക്വലി. ഒരുപക്ഷെ പൗലോസ് വന്നതുകൊണ്ട് മറശ്ശീലയുടെ പുറകിലേക്ക് പോയ ഒരാളായിരിക്കണം പത്രോസ്. നിങ്ങൾക്കറിയാമോ, പൗലോസ് ജാതികളുടെ അപ്പോസ്തലൻ എന്ന് അഭിമാനിക്കുമ്പോഴും ജാതികളുടെ ഇടയിൽ, നോൺ ജൂഷിന്റെ ഇടയിൽ വേല ആരംഭിച്ചത് പത്രോസാണ്. കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച്. ജൂയിഷ് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ, യഹൂദ ക്രിസ്ത്യാനികളുടെ വേല തുടങ്ങിയത്, ദൈവസഭയുടെ ഇനാഗുറേഷൻ ചെയ്തത് സത്യത്തിൽ തന്റെ പ്രസംഗങ്ങളാണ്.
പക്ഷെ പിൽക്കാലത്ത് പൗലോസിന്റെ പ്രഭയിൽ അദ്ദേഹം മങ്ങിപ്പോയി. നമ്മളോ എങ്ങനെയോ അദ്ദേഹത്തെ മാറ്റിയിട്ടിരിക്കുകയാണ്, പലർക്കും മങ്ങി വെച്ചിരിക്കുകയാണ്. എല്ലാവരും പൗലോസ് 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 എന്നാണ് പറയുന്നത്. എത്ര ആഴമേറിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പത്രോസും യോഹന്നാനും പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യത്തെ സംബന്ധിച്ച് ശക്തമായ പരാമർശങ്ങളാണ് യഥാർത്ഥ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ ഉപദേശങ്ങൾ സംബന്ധിച്ച് പൗലോസ് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു സത്യവും വാസ്തവമായിരിക്കെ ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച്, കഷ്ടാനുഭവങ്ങളെക്കുറിച്ച്, ക്രിസ്തുവിന്റെ ജഡരൂപത്തിലെ വരവിന്റെ ഉദ്ദേശം സംബന്ധിച്ച്, ക്രിസ്തുവിന്റെ ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും സമർത്ഥമായ വാക്കുകൾ, ഏറ്റവും ആധികാരികമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ലേഖനങ്ങൾ പലപ്പോഴും ജനറൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുകയാണ്, പൊതുലേഖനങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. എന്നിട്ട് പൗലോസിന്റെ ലേഖനങ്ങൾ കൂട്ടിവെച്ച് പൗലോസ്യ ലേഖനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പഠിക്കുക. തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പൗലോസ്യ ലേഖനങ്ങൾ എണ്ണത്തിലധികം ഉണ്ടാകാം, പക്ഷെ മറുഭാഗത്ത് പത്രോസിന്റെ ലേഖനം, യോഹന്നാന്റെ ലേഖനം പ്രധാനപ്പെട്ട തന്നെയാണ്. ഞാൻ ചർച്ചില് അങ്ങനെ ബൈബിൾ സ്റ്റഡി എടുക്കാറില്ല. നിരന്തരമായ ഗീത ആന്റിയുടെ റിക്വസ്റ്റ് മുഖാന്തരം ഞാൻ ബൈബിൾ സ്റ്റഡി എടുക്കുന്നുണ്ട്. അത് യാക്കോബിന്റെ ലേഖനമാണ്. അങ്ങനെ ആരും അങ്ങനെ തൊടാത്തൊരു ലേഖനമാണ്. കാരണം ബാക്കി ലേഖനങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കുന്ന ബൈബിൾ സ്കൂളുകളില്ല. യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കേണ്ടതാണ് എന്ന് കരുതിയാ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വിസ്മരിക്കപ്പെട്ട് കിടക്കുന്ന, മറിഞ്ഞു കിടക്കുന്ന ചില ലേഖനങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. തത്തുല്യമായി അതിന് പ്രാധാന്യമുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ എഫേസ് ലേഖനം വായിച്ചോ, തെറ്റില്ല. ഗലാത്യ ലേഖനം വായിക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ റോമാലേഖനം വായിച്ചോ, നിങ്ങൾ എബ്രായ ലേഖനം വായിച്ചോ, മനോഹരമാണ് പുസ്തകങ്ങൾ. സത്യത്തിൽ യഥാർത്ഥത്തിൽ വായിക്കേണ്ടതാണ്, എന്നാൽ വ്യാഖ്യാനിച്ച് കിട്ടേണ്ടതുമാണ്. മറുഭാഗത്ത് ഇങ്ങനെ വിസ്മരിച്ചു കിടക്കുന്ന, തിരശ്ശീല പുറകിലേക്ക് എറിഞ്ഞിട്ടിരിക്കുന്ന നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ നമ്മളിങ്ങനെ ഉണ്ടല്ലോ, എന്താ പറയുന്നത്, നമ്മുടെ ഈ വീടിന്റെ അകത്ത് കുറെ ഗ്യാപ്പുകളുണ്ടല്ലോ, അങ്ങോട്ട് തള്ളിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾ വേദവസ്തു മാറ്റിവെച്ചെന്ന് വായിക്കുന്നില്ല അർത്ഥത്തിലല്ല, പഠിക്കാൻ വേണ്ടി വായിക്കാൻ നമ്മൾ ശ്രമിക്കാത്ത, ശ്രദ്ധിക്കാത്ത ചില ലേഖനങ്ങൾ, അതിന്റെ ആഴങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇറങ്ങണം. ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ കുറെ കൂടി ആഴത്തിൽ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കർത്താവ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ക്രിസ്റ്റോളജി തീരും. ഓക്കെ, അടുത്തത് ഒരു റെഫറൻസോട് എഴുതിക്കുക. എബ്രായ ലേഖനം 10:19-20. എബ്രായ ലേഖനം 10:19-20. 10:19. നാലാമത്തെ കാര്യം, അടക്കവും ഉയർപ്പും. അടക്കവും ഉയർപ്പും. ഓക്കെ, ഒരു സാധാരണ മനുഷ്യന് ലഭിക്കുന്ന അടക്കം ക്രിസ്തുവിന് ലഭിച്ചു. നമ്മൾ പഠിച്ചു വരുന്നതാണ് ക്രിസ്തുവിന് ദൃശ്യമായ ഒരു മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നു എന്നാണ്, അല്ലെ? ഫിസിക്കൽ ബോഡി, ഒരു ശരീരം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ശരീരം കൊണ്ട് അടക്കി. സത്യമല്ലേ? റെഫറൻസ് എഴുതിക്കോ. ലൂക്ക് 23:50-53. അരിമത്യക്കാരനായ യോസഫ്. ഓക്കെ, എന്താ പറയാം, ലൂക്കോസ് 23:50-53. ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റ്. ശരീരമില്ലായിരുന്നെങ്കിൽ എങ്ങനെ അടക്കും? ശരീരമില്ലായിരുന്നെങ്കിൽ അടക്കും. ഈ ഹൈന്ദവ പശ്ചാത്തലങ്ങളുള്ള ആളുകൾക്കറിയാം, പണ്ടത്തെ കാലത്ത്, ഈ കാലത്തുണ്ടെന്നറിയില്ല, ചില ആളുകൾ അവർ വിശ്വാസ മാർഗങ്ങൾക്ക് വിട്ട് ഒരു അന്യമതസ്ഥന് വിവാഹം കഴിച്ചൊക്കെ പോയാൽ പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറയും. എന്നുവെച്ചാൽ ആ വ്യക്തി ജീവിച്ചിരിക്കെ തന്നെ മരിച്ച നിലയിൽ കർമ്മം ചെയ്യും. എന്നുവെച്ചാൽ മരിച്ചു കിടക്കുന്ന ശരീരം അവിടെ ഇല്ല, പക്ഷെ ആ വ്യക്തി മരിച്ചുപോയി എന്ന രീതിയിൽ സാങ്കല്പികമായിട്ട് ആ വ്യക്തിയെ അവര് അടക്കുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നതിന് മുമ്പുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവര് അതിനെ പടിയടച്ച് പിണ്ടം വെക്കുക എന്നാണ് പറയുക, പുറത്താക്കുക എന്നാണ്. ശരീരമില്ല, പക്ഷെ ശരീരമില്ലാതെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ശരീരമുണ്ട്. ശീല പൊതിഞ്ഞു എന്ന് വായിക്കുന്നു, സുഗന്ധ ലേപനങ്ങൾ ഇട്ടു എന്ന് വായിക്കുന്നു. ക്രിസ്തുവിന് ശരീരമില്ല എന്ന് വാദിക്കുന്നവരോട് ഇന്ന് രാത്രി നമുക്ക് പറയാനുള്ളത്, ശരീരമില്ലായിരുന്നുവെങ്കിൽ ക്രൂശിൽ വെച്ച് അപ്രത്യക്ഷനായി യേശു ക്രിസ്തു എന്ന് പറയുന്ന ഉപദേശങ്ങൾ, പഠിപ്പിക്കലുകൾ ഇതര മതസ്ഥരിൽ നിന്നുണ്ടാകുമ്പോൾ നാം പറയുന്നു യേശുവിന് ശരീരമുണ്ട്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ കാര്യം, ഉയർപ്പിന് ശേഷം. എഴുതിക്കോ, ഉയർപ്പിന് ശേഷം ക്രിസ്തുവിന് മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു. നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത്, വീണ്ടും കൺഫ്യൂഷൻ ആകരുത്. ഉയർപ്പിന് ശേഷം ക്രിസ്തുവിന് മനുഷ്യ ശരീരമുണ്ട്. ഓക്കെ,
ഓക്കെ, ഞാൻ ഒരു ലൂക്കോസ് 24:39. ഉയർപ്പിന് ശേഷം യേശു ശരീരം ഉണ്ടായിരുന്നു ഇത്. നിങ്ങൾ ആരൊന്നും പറയുന്നില്ല. പക്ഷെ ദൈവശാസ്ത്രത്തിൽ ദൈവത്വം മാത്രം പഠിച്ചാൽ മതി, മനുഷ്യത്വം പഠിക്കണ്ടായിരുന്നു എന്നാണോ? ഉണ്ടായിരുന്നോ മനുഷ്യ ശരീരം? നിങ്ങളെല്ലാവരും അറ്റൻറ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഗുഡ്, അപ്രീഷിയേറ്റ് ചെയ്യും. 24:39 ലൂക്ക്. നിങ്ങളുടെ റെഫറൻസ് കറക്റ്റാണോ? ഓക്കെ, അതെ കറക്റ്റ് ആണ്. ഞാൻ തന്നെയാകുന്നു. ഈ 24-ാം അധ്യായം നമുക്കറിയില്ലേ, എമ്മാവുസിലേക്ക് രണ്ടുപേരും നടന്നു പോകുമ്പോൾ യേശു അവരോട് നടക്കുന്ന ഒരു രംഗമാണ്. ഓക്കെ, അവിടെ പറയാണ്, എന്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ തിന്നാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അവൻ അത് വാങ്ങി അവർ